ഗുഡ് ഈവനിങ്. വെൽക്കം ടു ലേൺവൈസ്. എൻ്റെ പേര് വാണി. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ അക്കാഡമിക് മെന്ററാണ്. നമ്മൾ ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഓറിയന്റേഷൻ സെഷനിലെ ഫസ്റ്റ് സെഷനാണ് സ്പാർക്ക്. സ്പാർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു റിഫ്ലക്ഷൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷനാണ്. നമ്മുടെ ഓറിയന്റേഷൻ സെഷനെല്ലാം ഒരു തീം ഉണ്ടായിരിക്കും. ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് എന്നാണ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഈ ഒരു സെഷൻസ് ലീഡ് ചെയ്യാനായിട്ട് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ അക്കാഡമിക് മെന്റർ ആയിട്ടുള്ള ഗായത്രി മാഡം ഉണ്ട്. കൂടാതെ തന്നെ റെക്കോർഡിംഗ് സപ്പോർട്ടിനായിട്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നസ്രീൻ മാം ഉണ്ട്. കൂടാതെ തന്നെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മുബീന മാഡവും ഈ ഒരു സെഷനകത്തുണ്ട്. നമുക്ക് സെഷൻ ബിഗിൻ ചെയ്യാം. റെഡി അല്ലേ നിങ്ങൾ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓറിയന്റേഷൻ മാത്രമല്ല, നമ്മളുടെ എന്താണ്, നമ്മുടെ ഒരു MBA ജാൻ 25-ന്റെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സെഷനോട് കൂടിയിട്ടാണ്. സോ വൺസ് അഗൈൻ വെൽക്കം യു ഓൾ. ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെയാണ് കേട്ടോ. ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ നമ്മളുടെ സെഷൻ 1 എന്ന് പറയുന്നത് ഇത് സ്പാർക്ക് കിക്ക് ഓഫ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. നമ്മളിവിടെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ എല്ലാം നമ്മളൊന്ന് മീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ വളരെയധികം ഫൺ എലമെന്റ്സോട് കൂടി തന്നെ നല്ല ഫണ്ണി ഗെയിം ഒക്കെ കണ്ടക്ട് ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മളൊരു ചുവട് വെക്കുകയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ സെഷൻസ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ലേൺവൈസിന്റെ 9th ഓറിയന്റേഷൻ ആണ്. ലേൺവൈസ് കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ 9th എഡിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നമ്മളിത് സൂമിൽ ഇത് കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ സെഷന്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തീം പറഞ്ഞു. നമ്മുടെ തീം എന്ന് പറഞ്ഞാൽ ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് എന്നാണ്. അപ്പൊ നമ്മൾ തീം ബേസ്ഡ് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ വരുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം ഉള്ളിൽ ജനിക്കുന്നത് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ആയി പോയ പഠനം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരുന്നു. അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ആഗ്രഹങ്ങളെ ഒരു ഇന്നോവേറ്റ് ചെയ്യാണ്. നമ്മളുടേതായ രീതിയിൽ, ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിൽ ഒരു കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇന്റഗ്രേറ്റിംഗ് ദ സെയിം തിങ്. ആ ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത കാര്യത്തെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകണം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച്, സമയവും ഫണ്ടും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമ്മളതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒന്നിച്ചു കൊണ്ടുപോകുന്നു. അതാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഓറിയന്റേഷന്റെ തീം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഐസ് ബ്രേക്കിംഗ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ഒരു ഭയമുണ്ട്. ഈ ഒരു ഓറിയന്റേഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എന്താ മിസ്സേ വലിയ ക്ലാസ് വല്ലോ ആണോ, നിങ്ങൾ എന്താ അവിടെ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് ടെൻഷൻ അടിക്കുന്ന ഒന്നിലധികം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഈ ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു മുറുക്കി വെക്കുക, അല്ലെങ്കിൽ ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിനെയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത്, നമുക്കിപ്പോൾ ലൈഫിൽ പല റോളും നമുക്ക് കാണും. നമ്മളൊരു വീട്ടിലോ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് പല റോളും നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ ചെയ്യുന്നത് ആസ് എ സ്റ്റുഡന്റ്, നമ്മളിവിടെ ഒരു MBA ജാൻ 25 ലേൺവൈസിന്റെ MBA ജാൻ 25 സ്റ്റുഡൻസ് മാത്രമാണ് നിങ്ങൾ. അപ്പൊ ആ ഒരു രീതിയിൽ അത്രയും ഇൻവോൾവ്മെന്റോട് കൂടി നമുക്ക് ആ ഒരു ഫ്രീസ്നെസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രോഗ്രാം ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ, ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊരു ഫസ്റ്റ് സെഷൻ മാത്രമാണ്. ഇത് എക്സ്റ്റെൻഡ് ടു 10 സെഷൻസ് ആണ്. 1 to 10 സെഷൻസോട് വരുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഫസ്റ്റ് നമ്മൾ എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് ആ ഒരു പേടിയും ഭയവും എല്ലാം ദൂരീകരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയെ പറ്റി ഒരു സെഷൻ ഉണ്ട്, നമ്മുടെ ലേൺവൈസ് ആപ്പിനെ പറ്റി ഒരു സെഷൻ ഉണ്ട്, ബിഹൈൻഡ് ദ ലേൺവൈസ് ആരൊക്കെയാണ് ലേൺവൈസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, എൻറ്റയർ ഗ്രൂപ്പിന് അല്ലെങ്കിൽ പോലും അതിന്റെ കുറച്ച് ആൾക്കാരെ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇംഗ്ലീഷിനെ ബേസ് ചെയ്തൊരു സെഷൻ ഉണ്ട്, ഹാപ്പിനെസ് അംബാസിഡർ, അതേപോലെ അലൂമിൻ ടോക്ക്, അതേപോലെ റാപ്പപ്പ്, പിന്നെ കൂടാതെ തന്നെ നമുക്ക് സിലബസിനെ ബേസ് ചെയ്ത് ഡീപ് ഡൈവ് ഒരു സെഷൻ ഉണ്ട്, പിന്നെ ടൈം ടേബിൾ. ഇത്രയും കാര്യങ്ങളോട് കൂടി ഒരു 10 സെഷനാണ് നമ്മൾക്ക് ഒരു ഏകദേശം ഒരു 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷൻ സെഷൻസ് ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ന്യൂ ഹൊറിസോൺ ഫോം എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്കെല്ലാം ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്, നിങ്ങളുടെ മെന്റേഴ്സ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് ആ ഒരു ന്യൂ ഹൊറിസോൺ ഫോം എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളുടെ സ്റ്റുഡൻസ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, കൂടാതെ അവരുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനും, നിങ്ങൾ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്തായിക്കോട്ടെ, അതിനെ ബേസ് ചെയ്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ലേൺവൈസ് വെക്കുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഫോമാണ് ന്യൂ ഹൊറിസോൺ ഫോം എന്ന് പറയുന്നത്. ദെൻ റാപ്പപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്തിട്ട് നമ്മൾ കയറുകയാണ്. ആ ഒരു ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് നമ്മൾ നമ്മുടെ ലേണിംഗ് ജേണിയിലേക്ക് കയറുന്ന സെഷനാണ് എന്തെന്ന് പറയുന്ന റാപ്പപ്പിലൂടെ പറയുന്നത്.
പിന്നെ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് വൈ ദിസ് തീം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തീം. എപ്പോഴും ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ലേൺ വൈസ് ഒരു തീം കൊണ്ടുവരാറുണ്ട്. ഈ പ്രാവശ്യം ഒരു ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 3 വേർഡാണ് ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ താഴെ കണ്ടാൽ തന്നെ അറിയാം ഒരു ബൾബിന്റെ പടം ഉണ്ട് അവിടെ അല്ലേ. ജസ്റ്റ് ഒരു സ്പാർക്കിംഗ് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൾബിന്റെ പടം കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു അറേഞ്ച് ചെയ്യാത്ത 2 പസിൽ പീസസ് ആണ് അവിടെ കാണുന്നത്. കാരണം നമുക്ക് ആ ഒരു സ്പാർക്ക് വന്നു. അപ്പൊ നമ്മളുടെ കയ്യിൽ എന്താണ് ഇത് ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് ആ ഒരു പസിൽസ് കറക്റ്റ് ഫോമിൽ അറേഞ്ച് ചെയ്താൽ, ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഒപ്റ്റിമൽ റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് റിസൾട്ട് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കണം. ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീം ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്താണ്, ഞാൻ ഈ ഒരു സെഷനകത്ത് എൻ്റെ കൂടെ തന്നെ ഗായത്രി മാഡം അവൈലബിൾ ആണ്. ഞാൻ മേഡത്തെ ഇൻവൈറ്റ് ചെയ്യാണ്. കൂടാതെ വൺസ് അഗെയിൻ നിങ്ങളെ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. മ്യൂട്ടാണ് മാഡം, അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാരും എന്താണ് അവരുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഓണാക്കി നമുക്ക് എല്ലാരും ഒന്ന് കണ്ട് നമ്മുടെ ആ ഒരു ആക്റ്റീവായിട്ട് സെക്ഷൻ മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാരും ഒന്ന് അവരുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഓണാക്കാവോ? വീഡിയോസ് ഓൺ ഓക്കെ, ചെയ്യുക. ഇപ്പൊ നമുക്ക് നിങ്ങളുടെ പേരൊക്കെ ഒന്ന് റീനെയിം ചെയ്യുക. പല സ്റ്റുഡൻസിന്റെയും പേര് കൃത്യമായിട്ടല്ല നമുക്ക് വിളിക്കണ്ടേ. അപ്പം ഫോണിന്റെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ട് എല്ലാവരും ഒന്ന് പേര്, ഇപ്പൊ ഗാലക്സി A32 എന്നൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി നിങ്ങളുടെ പേരൊന്ന് റീനെയിം ചെയ്യാം. നിങ്ങളുടെ ഈ പാർട്ടിസിപ്പൻസ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ലിസ്റ്റ് ചെയ്തതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റീനെയിം എന്നൊരു ഓപ്ഷൻ കാണാം. ആ റീനെയിം ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. നമ്മളെല്ലാം MBA പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആണ്. അപ്പം എല്ലാവരും ആക്റ്റീവായിട്ട് വരും. ഏതാണ്ട് കുറച്ച് പേരുടെയൊക്കെ ഫോണിന്റെ പേരാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അതൊന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ പേരാക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു നമുക്കൊന്ന് നിങ്ങളെ വിളിക്കാനായിട്ട് കേട്ടോ. ഓക്കെ മാം, കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇതിപ്പം നമ്മളൊരു വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെയുള്ള കുട്ടികളെ ഒന്നും നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും, എന്താണ് അവരുടെ പേരെന്താണ്, അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടാണ് എന്നൊക്കെ ഒന്ന് നമുക്ക് എന്താണ് ഒന്ന് പരിചയപ്പെടാനും. അപ്പൊ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ്, ഇപ്പൊ ഒരു പ്രൊഫഷണൽസ് ആണ്, അപ്പം സ്കൂളിലെ പിള്ളേരെ വിളിക്കുന്ന പോലെ പേര് വിളിച്ച് എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആരെ ഭയങ്കര എനർജി ആയിട്ട് സെറ്റ് ആയിട്ട് ഞാൻ പറയാം ഫസ്റ്റ് എന്നും പറഞ്ഞ ആരാണ് വരുന്നത്? പേര് എന്താണ്, എവിടാണ്, എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ സ്ഥലം എവിടാണ്, ആ സ്ഥലത്തിൽ എന്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ആരായിരിക്കും ആദ്യം വരിക? അമൃത പറയൂ. എൻ്റെ പേര് അമൃത സുനിൽ. ഞാൻ പുതുപ്പള്ളിയാണ് താമസിക്കുന്നത്. ഇപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പിന്നെ മുമ്പോട്ട് കോഴ്സ് ചെയ്യാന്ന് ഓർത്ത് ഞാൻ ഇപ്പൊ MBA ചേർന്നതാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞോണ്ട് MBA ചൂസ് ചെയ്താണോ? എന്തെങ്കിലും റീസൺ ഉണ്ടോ? റീസൺ, എന്റെ ഓൾറെഡി 1 ഇയർ ആയി കഴിഞ്ഞിട്ട്. അപ്പം വെറുതെ ജോലി നോക്കുമ്പോൾ വെറുതെ സമയം കളയണ്ടെന്ന് ഓർത്ത് ഞാൻ ഓർത്ത് ഒരു കോഴ്സ് കൂടെ ചെയ്യാന്ന് ഓർത്ത് അങ്ങനെ കയറിയത്. ഓക്കെ, അപ്പൊ ഏതാണ്, എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്ങനെ? MBA-ലോ? MBA-ല് ഞാൻ HR-ന്റെ ആണ് എടുത്തേക്കുന്നത്. അപ്പം ആക്ച്വലി ഞാൻ വേറെ ജോലി ഓപ്ഷൻസ് നോക്കുന്നുണ്ട്. പിന്നെ കൂടെ സ്റ്റഡീസ് കൂടെ കൊണ്ടുപോകാന്ന് ഓർത്ത് അങ്ങനെ എടുത്തതാണ്. ഓക്കെ, താങ്ക് യു അമൃത. ഓക്കെ, അമൃതയാണ് നമ്മുടെ ഓറിയന്റേഷൻ സെഷനിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. താങ്ക് യു. ഫസ്റ്റ് ആ ഒരു എനർജറ്റിക് ആക്റ്റീവ് സ്റ്റുഡന്റ് ഫസ്റ്റ്. ഇതേപോലെ അമൃതയെ പോലെ ഇനി ആരൊക്കെ അടുത്തത് വരുന്നേ? വേഗം വേഗം വരൂ. അടുത്തത് ആരാണ്? ഹായ്. ഗ്രീഷ്മ വന്നോളൂ. യെസ്, ഹായ് ആൾ. സോ ഞാൻ ഗ്രീഷ്മ, പാലക്കാട് നിന്നാണ്. ഞാനൊരു വർക്ക് ചെയ്യാണ്. ഒരു UK ബേസ്ഡ് കമ്പനിയായിട്ട് വെൻഡർ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. സോ ജോലി സംബന്ധമായിട്ടും പിന്നെ കരിയർ ഗ്രോത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ MBA ചൂസ് ചെയ്തത്. MBA in HR. അത്രേ ഉള്ളൂ. ഓക്കെ ഗ്രീഷ്മയുടെ ലൈഫിൽ ആരെങ്കിലും ഒരു റോൾ മോഡൽ ആരെങ്കിലും ഉണ്ടോ? റോൾ മോഡൽ എന്റെ പാരന്റ്സ് തന്നെയാണ്. പേരൻസ് തന്നെയാണ്. അതെ, പാരന്റ്സ് തന്നെയാണ്. ഭയങ്കര മോട്ടിവേറ്റീവ് ആണ്. അവര് ഹാർഡ് വർക്കിംഗ് ആണ്. അങ്ങനെ. ഓക്കെ,
താങ്ക് യു ഗ്രഷ്മ. അടുത്ത ആരാണ്? ഹായ് ഹായ്, ഞാൻ വിഷ്ണുപ്രിയ. പറയൂ. ഞാൻ വയനാട് മേപ്പാടിയിൽ നിന്നാണ്. പറഞ്ഞു, കേൾക്കുന്നുണ്ട്, പറയുന്നു. കേൾക്കുന്നുണ്ട്. ഹലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ വിഷ്ണുപ്രിയ, വയനാട് മേപ്പാടിയിൽ നിന്നാണ് വരുന്നത്. ഉം, ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി ബികോം ആയിരുന്നു. ഉം. ഇപ്പൊ MBA ഹെൽത്ത് കെയറിൽ സ്പെഷ്യലൈസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഓക്കെ. പറഞ്ഞോളൂ, നിങ്ങളുടെ വയനാട് എന്താണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഇപ്പൊ വിഷ്ണുപ്രിയ താമസിക്കുന്നിടത്ത് എന്തെങ്കിലും? ഞാൻ ആ, വയനാട് മേപ്പാടിയിലായിരുന്നു. അപ്പൊ ഉം. അവിടെയാണ് ഇപ്പൊ മുണ്ടക്കൈ ഓക്കെ. ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത്. ഓ നമുക്ക് ബാധിച്ചില്ല, നമ്മുടെ ഒരു 15 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. ഓ ഓ അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ നോർമലാണ് എല്ലാം. ഓക്കെ. ഓക്കെ വിഷ്ണുപ്രിയ, താങ്ക് യു. അടുത്തതാരാണ്? ഹലോ. ഹലോ. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ. എൻ്റെ പേര് രാജ്കുമാർ എന്നാണ്. കേൾക്കാമോ മാമിന്? കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. എൻ്റെ പേര് രാജ്കുമാർ എന്നാണ്. ഞാൻ ഇപ്പോൾ ദോഹയിലാണ് ഉള്ളത്, ഖത്തർ. ഖത്തർ. ഓക്കെ. ഖത്തറിൽ ഇപ്പോൾ ഓഫീസാണ്. ഓഫീസിൽ ആയതുകൊണ്ട് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ നാട്ടിൽ കൊല്ലത്താണ്. ഞാൻ 92 PG കഴിഞ്ഞു എംകോം മാനേജ്മെന്റ്. അപ്പോൾ പറയാനുള്ള ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആംബിഷനിലാണ് ഇപ്പൊ ഞാൻ ഇതിൽ MBA സ്റ്റാർട്ട് ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, ആഗ്രഹത്തിന്റെ മേലാണല്ലേ? യാ, ഓക്കെ. ഞാൻ പാസ് ഔട്ട് PG കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. വേറെ ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് പിന്നെ അങ്ങോട്ട് തുടർന്ന് പഠിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ കുറെ ബ്രേക്ക് വന്നു. അപ്പൊ അങ്ങനെ അന്നോട്ടുള്ള ഇത് അംബിഷൻ ആയിരുന്നു PG MBA ചെയ്യണമെന്നുള്ളത്. അതാണ് മെയിനായിട്ടുള്ള റീസൺ. അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന HR-ലാണ്. ഓക്കെ, എന്തായാലും ആഗ്രഹം നല്ല രീതിയിൽ സക്സസീവ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അടുത്തതാരാണ്? ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ, ജസ്ന വന്നാട്ടെ. എൻ്റെ പേര് ജസ്ന എന്നാണ്. ഞാൻ ബഹ്റൈനിലാണ്. നാട്ടില് കോഴിക്കോടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യാണ്. അത് MBA. അതുപോലെ എല്ലാവരും പറഞ്ഞോളെ MBA ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ HR ആണ് ഇപ്പൊ എടുത്തേക്കുന്നത്. HR ആണ് എടുത്തിരിക്കുന്നത് അല്ലേ? അതെ. ജസ്നക്ക് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും സ്കില്ലോ കാര്യങ്ങളോ ഉണ്ടോ? പ്രത്യേകിച്ച് എന്താ പറയാ, അങ്ങനെ പാട്ട് പാടാനും ഡാൻസ് പാടാനും ചെയ്യാറുള്ള കഴിവൊന്നുമില്ല. പടം വരയ്ക്കുക, ചിലർ പുസ്തകം വായിക്കും, ചിലർക്ക് ഗാർഡനിങ് ഭയങ്കര അങ്ങനെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എങ്ങനെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ. സമയം നമുക്കൊരു ഫ്രീ ടൈം കിട്ടിയാൽ നമുക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഞാൻ അധികം ഉറങ്ങാനേ സമയമില്ലാത്ത, അതുകൊണ്ട് കിട്ടും. ഓ, ശരി ജസ്ന, താങ്ക് യു. ഹലോ. ഹലോ സിത്താര. എൻ്റെ പേര് സിത്താര. ഞാൻ കാസർഗോഡ് നിന്നാണ്. ഉം. പിന്നെ ഞാൻ BCom കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം MBA ഒക്കെ ജോയിൻ ആയിട്ടുണ്ട്. ഞാൻ നോക്കുന്ന സ്പെഷ്യലൈസേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ ഹോസ്പിറ്റാലിറ്റി എടുക്കാൻ? കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന കേട്ടിന്. പിന്നെ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് മാരീഡ് ആയത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രിഫർ ആക്ക്, പുറത്തൊക്കെ പോയാലും നമുക്ക്. പിന്നെ ഞാൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ ജോബിന് പോയിക്കൊണ്ടേന്. അതുകൊണ്ട് എടുത്താണല്ലേ? പിന്നെ ഇപ്പൊ വീട്ടില് വെറുതെ ഇരിക്കുന്നോണ്ട് ഓൾറെഡി നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഉമ്മ പറഞ്ഞു എന്തായാലും കംപ്ലീറ്റ് ആക്കണം, PGയും കൂടി. അതുകൊണ്ട് ജോയിൻ ചെയ്തു. ഓക്കെ ഓക്കെ, താങ്ക് യു സിത്താര. അടുത്ത ആരാണ്? ഗുഡ് ഈവനിങ്. അലനാണോ? ഹലോ. അലനാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അലനാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. ഞാൻ ഇപ്പോൾ കറന്റ്ലി BTech കഴിഞ്ഞു. ഞാനിവിടെ സീതാറാം ആയുർവേദയിൽ വർക്ക് ചെയ്യുവാണ് HR-ൽ.
സോ അതുകൊണ്ട് ഞാൻ MBA in HR പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ ലൈക്ക് കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലത്, അതായത് കരിയറിൽ തന്നെ ഗ്രോത്ത് ഉണ്ടാവാൻ അതിന്റെ ഒരു ബേസിക് ഡിഗ്രി കൂടി ഉണ്ടാവുന്നത് നല്ലതാണ് ബിടെക് ഇൻ ഫോറം. സോ അതുകൊണ്ട് ഞാൻ HR പ്രിഫർ ചെയ്യുന്നു. That's it. ഓക്കെ. ഓക്കെ, താങ്ക് യു അലൻ. അടുത്തതാരാണ്? എല്ലാരും വീഡിയോ ഒന്ന് ഓൺ ചെയ്താട്ടെ. ഹലോ ഹലോ പറഞ്ഞോ. പറഞ്ഞിട്ട് താര പറഞ്ഞിട്ട് ഞാൻ താരയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാൻ ഒത്തിരി നാളായി ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്യണം എന്നുള്ളൊരാഗ്രഹമാണ് ഇപ്പോൾ MBAയിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ കുറേ റിവ്യൂസ് ഒക്കെ നോക്കിയാണ് ലേൺ ബൈസിൽ കൂടെ ആ ഒരു ആഗ്രഹം ആ, നേടാമെന്ന് വിചാരിച്ചിട്ടാണ്, നേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഹൗസ് വൈഫാണ്, 2 കുട്ടികളുണ്ട്. ആ, എങ്ങനെ പറഞ്ഞോ താര. എങ്ങനെ? അപ്പൊ എന്തായാലും ചെയ്യണം. കൂടെ കൂടെ പേടിയുണ്ട്, ടെൻഷനുണ്ട്. നമ്മുടെ കൂടെ ഉള്ളതാണല്ലോ, അത് കുഴപ്പമൊന്നുമില്ല. എല്ലാരെയും കുട്ടികളൊക്കെ ബാക്കി എല്ലാവരെയും കണ്ടപ്പോഴത്തേക്ക് ഒരു സമാധാനം. ഒരു സന്തോഷവും സമാധാനം. ആ, പിന്നെ എല്ലാവരുടെ മെന്റേഴ്സ് ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു സപ്പോർട്ടിന്റെ ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. അതെ, താരയുടെ ഈ ഒരു സ്മൈലും കോൺഫിഡൻസും ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. അടുത്തതാരാണ്? ഹലോ, അമൽ പറഞ്ഞോ. ഹായ്, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ അമൽ, ഫുൾ നെയിം അമൽ ജോണി എന്നാണ്. ഞാൻ സ്ഥലം വരുന്നത് കാലിക്കറ്റ് ആണ്. ഇവിടെ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമായി. ഇപ്പോൾ സ്കോഡയിൽ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇനി ഒരു ഹയർ പോസ്റ്റിലേക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് MBA ഓപ്പറേഷണൽ മാനേജ്മെന്റ് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം. കൂടുതൽ കമ്പനീന്റെയും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നേറാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷണൽ മാനേജ്മെന്റ് സെലക്ട് ചെയ്തത്. പിന്നെ ഫാമിലി, വൈഫ് ടീച്ചറാണ്, 2 പിള്ളേരുണ്ട്. ഓക്കെ, നമ്മളിനി ഒന്നും ചോദിക്കണ്ട, എല്ലാം ഇങ്ങോട്ട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മിസ് ഹായ്, എൻ്റെ പേര് മിസ്ന എന്നാണ്. ഞാന് നാട്ടില് തൃശ്ശൂര്. ഇപ്പോ എൻ്റെ ഫാമിലി ആയിട്ട് ഖത്തറിലാണ്. 2 മക്കളുണ്ട്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാന് വർക്ക് ചെയ്യലിപ്പോ കുറച്ച് നാളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ രണ്ടാമത് ഓഫീസിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് മുമ്പ് ഒരു ആഗ്രഹം MBA ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് കുറച്ചും കൂടി ഒന്ന് സ്റ്റഡീസിൽ ഒന്നും കൂടിയും അതും കൂടി ഫിനിഷ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ തീരുമാനം. അപ്പൊ അങ്ങനെ പിന്നെ അത് തന്നെ അങ്ങനെ അപ്പൊ ഒരു ആഗ്രഹം കൊണ്ട് എന്തായാലും ലേൺ വൈസിൽ ത്രൂ ജോയിൻ ചെയ്യാൻ, പിന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ടൊക്കെ കൂടിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ? Yes, good evening to all. Good evening. Yeah, myself Jamaluddin from Saudi Dammam, actually from Alway. I would like to, it's a long desire actually. Now only it's been materialized, I think so. ഞാൻ ബിസിനസ് ചെയ്യുന്നു ഇവിടെ സൗദിയിലെ ബിസിനസ് ചെയ്യുന്നു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ഓൺ to add up my profile as well as for the company profile. I'm doing MBA. the position of GM of the company. ഓക്കെ സാർ. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ഓപ്പറേഷൻസ് ആണോ? Operations. ഓക്കെ സാർ, താങ്ക് യു. Thank you very much. അപ്പോ കുറച്ചു പേരെ നമ്മളൊന്ന് പരിചയപ്പെട്ടു അല്ലേ മാം? അപ്പൊ നമുക്ക് അതെ. സെഷൻ ഇച്ചിരി ഒന്ന് ഇന്ററാക്റ്റീവ് ആക്കാൻ ഞാൻ ആദ്യം ഓറിയന്റേഷൻ ഒക്കെ പറഞ്ഞിരുന്നത് ഒരു ഫൺ എലമെന്റ് മാത്രമാണ്. ഈ ഒരു സെഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഇതായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ കുറച്ചുപേര് നമ്മൾ പരിചയപ്പെടും. ദെൻ നമുക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2-3 ഗെയിംസ് ഇവിടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചെറിയൊരു ഗെയിമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്, വളരെ ലഘുവായിട്ടുള്ളതാണ്. അപ്പൊ അതിലോട്ട് കയറുന്നോ? എങ്ങനെയാണ്? സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അവര് റെഡിയാണ് മാം, കണ്ടില്ലേ? ആരും ഓക്കെയാണ്. പക്ഷെ ജീവന്റെ ഒക്കെ ഒരു മുഖം കണ്ടിട്ട് എന്തോ പോലെ ഇരിക്കുന്നു. എന്താ ഇവിടെ നടക്കാൻ പോകുന്നുള്ളൊരു ചിന്ത. നോക്കാം, അപ്പൊ നമുക്ക് നോക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ?
ഓക്കെ, കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ട് ഓക്കെ. കാണുന്നുണ്ട്. ഈ ഗെയിം എന്ന് പറഞ്ഞത് സൂം ഇൻ സൂം ഔട്ട് എന്ന് പറയും. നമ്മൾ കുറച്ച് ഇമേജ് കാണിക്കും, കുറച്ച് പിക്ചർ കാണിക്കും. അത് വളരെ സൂം ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു പിക്ചറിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻസ് മാത്രമായിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവും. അത് എന്താണെന്ന് നിങ്ങൾ പറയണം. ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം, ചില ഐറ്റംസ് ആയിരിക്കാം. അപ്പോൾ വാട്ടെവർ അതെന്താണോ നമ്മൾ ആ കാണിക്കുന്നത്, ജസ്റ്റ് നിങ്ങൾ ഗസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ട്, നമുക്കവിടെ ഉണ്ടല്ലോ ഹാൻഡ് റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. അതുമല്ല എങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, തുടങ്ങാം. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യങ്ങൾ? അപ്പൊ നമ്മളിവിടെ കുറച്ച് പിക്ചർ സൂം ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ ഒരു പിക്ചറിന്റെ കുറച്ച് പോർഷൻസ് കാണിക്കും. അത് എന്താണെന്നൊന്ന് ഗസ് ചെയ്ത് നിങ്ങൾ പറയണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മനസ്സിലായോ? മെസ്സി മെസ്സി മെസ്സി. ഓക്കെ, മെസ്സി. ആണോ? അമൽ മെസ്സി അപ്പാണോ? ഫാനാണ് തോന്നുന്നു. പക്ഷെ മെസ്സി ആണോ അമലെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഉറപ്പാണോ? ഇത്രയും നേരം ഉള്ളോ സെഷനില്? ചാറ്റ് ബോക്സ് ഓക്കെ, മെസ്സി. ഓക്കെ, വരുന്നുണ്ട്. ചാറ്റ് ബോക്സിൽ അത്യാവശ്യം വരുന്നുണ്ട്. ജസ്ന പറഞ്ഞു. മെസ്സി പറഞ്ഞിട്ടുണ്ട്. മെസ്സി. ഓക്കെ, നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിരിക്കും അല്ലേ? അതെ അതെ. ഓക്കെ, മെസ്സി. ഓക്കെ. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. ആരാണിത്? ബേസിൽ ബേസിൽ ബേസിൽ. ഉറപ്പാണോ? ആ മാറ്റമില്ലല്ലോ? ഇല്ല ഓക്കെ, ഇല്ല. എല്ലാവരും ബേസിലാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാരും ബേസിലാണ് പറയുന്നത്. എല്ലാരും ബേസിൽ ഫാനാന്ന് തോന്നുന്നു. വേറെ ഒന്ന് ചെക്ക് ചെയ്തോണം ഫസ്റ്റ് ആരാ പറയുന്നെന്നുള്ളത്. ഇവിടെ ചാറ്റ് ബോക്സിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ശ്രീ ആരാണ്? ശ്രീജിതയോ? ഓക്കെ, ഉം. നോക്കാം. ഓക്കെ, കറക്റ്റ് ആണ്, ബേസിൽ തന്നെയാണ്. ഇതാരാണോ? ഉർവശി ഉർവശി ഉർവശി. അത് പിന്നെ ആർക്കും ഡൗട്ടുള്ള കാര്യമല്ല. ഡൗട്ട് കാണില്ല. ഓക്കെ, ഇതാരാണ്? ഇതാരാണ്? ഇലോൺ മസ്ക്. ഇലോൺ മസ്കാ? ഉറപ്പാണോ? അതെ. ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാ കണ്ണിലോട്ട്. ജെഫ് ബസോസ്. അമലൊക്കെ ഉണ്ടല്ലോ, അമലൊന്നും തെറ്റാൻ സാധ്യതയില്ല. ഓക്കെ, ഇലോൺ മസ്ക് ആണ്. എലോൺ മസ്ക് ആ. തന്നെ. ഇതാരാണ്? ടോവിനോ? ടൊവിനോ തോമസ്. ടോവിനോ അല്ലേ? ഇത് ഇച്ചിരി സിമ്പിൾ ആയി പോയോന്നൊരു ഡൗട്ട്. ഉറക്കല്ലേ? ഇതാരാണ്? ലാലേട്ടൻ. ലാലേട്ടൻ. മോഹൻലാല്. ഓ മോഹൻലാൽ. മോഹൻലാൽ അപ്പം ഉറപ്പല്ലേ? മോഹൻലാൽ അല്ലേ? മോഹൻലാലാണ്. അബിൻ പറയുന്നു സഞ്ജുന്ന്. ഉറപ്പാണോ സഞ്ജു ആന്ന്? മോഹൻലാൽ അല്ലേ? ഒന്നുകൂടെ നോക്കിയേ. ശരിക്കും നോക്കിക്കേ. എബിൻ സഞ്ജു പറഞ്ഞപ്പോഴത്തേക്കിന് ഗ്രീഷ്മ സഞ്ജു ശ്രീജിത ആ, സഞ്ജു. അപ്പൊ പിന്നെ സഞ്ജു എല്ലാരും ആയിരിക്കും. കുറച്ചത്തേക്ക് സഞ്ജു ആണ്. അടുത്തൊരു ഉത്തരം വരുന്നത് വരെ സഞ്ജു ആയിരിക്കും. നോക്കാം, ലാലേട്ടനാണോ സഞ്ജു ആണോ? വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ആ കണ്ണില് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അല്ല, നല്ല ആദ്യം ലാലേട്ടൻ എന്നാ പറഞ്ഞത്, പക്ഷെ ഇപ്പൊ കണ്ട് പറഞ്ഞു വന്നപ്പോ സഞ്ജു എന്ന് തോന്നുന്നു. അതെ, നമുക്ക് നോക്കാം. എബിന്റെ ഒബ്സർവേഷൻ. ഇതാരാണ്? മഞ്ജു വാര്യർ? മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ അല്ലേ? അല്ലല്ലോ, മഞ്ജു വാര്യർ അല്ലല്ലോ. ഒരു ഡൗട്ട് നോക്കിയേ. രേവതി. രേവതി. മഞ്ജു വാര്യറാണ്. ഉറപ്പല്ലേ? നമുക്ക് നോക്കിക്കളയാം. രേവതി. രേവതി. ഗീത. രേവതി. ഗീത. പഴയ ഗീത അല്ലേ? വെറൈറ്റി ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട്. ഉം. നമുക്ക് നോക്കാം. രേവതി, ഗീത. ഇതില് പിന്നെ ആർക്കും ഡൗട്ട് വരാനുള്ള ചാൻസ്. ഓക്കെ, ഇതാരാണ്? ഗീത. അജിത്ത് തല. അജിത്ത് തല. പിന്നെ വേറെ ഏതെങ്കിലും? ഉറപ്പല്ലേ? ഉറപ്പ്. അതെ. ഇതെന്താ? ഇതെന്താ?
പഴം. ഈശ്വരക്ക് പഴമായിട്ടാണോ തോന്നിയേ? എന്ത്? വാളപ്പളം വാളപ്പളം. ആണോ? ആ പഴത്തിന്റെ തൊലി. പോരട്ടെ. ഓ, പഴത്തിന്റെ തൊലി, പഴം. പിന്നെ ആ, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയത് പഴമാണോ അത്? നോക്കാം. ആ, കുറച്ച് പേര് മാത്രമാണല്ലോ. CST എല്ലാവരോടും ഒന്ന് ആക്ടിവായിട്ട് വാ. ഇത്രയധികം സ്റ്റുഡൻസ് ഇല്ലേ? ഓക്കെ, അടുത്തത് നോക്കാം. ആ. സ്ട്രോബെറി. Strawberry. Strawberry. സ്ട്രോബെറി. അതിനകത്ത് ഡൗട്ട് ഒന്നുമില്ല അല്ലേ? ഇതോ ചക്ക. 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 മലയാളി അറിഞ്ഞിരിക്കില്ല. ചക്ക. ചക്ക. വേറെ വല്ലതും ഉണ്ടോ? നോക്കാം. ജാക്ക് ഫ്രൂട്ട്. ഇത് ഇതോ കൈതച്ചക്ക. Pineapple. പൈനാപ്പിൾ. പൈനാപ്പിൾ. ഓക്കെ, ഇതോ Dragon fruit. Rambutan. റംബുട്ടാൻ. റംബൂട്ടാൻ. അത് റംബൂട്ടാൻ കണ്ടിട്ടാണ് ആൻസർ കണ്ടിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടാ പറഞ്ഞിട്ട് വന്നത്. സ്ക്രോൾ ചെയ്തപ്പോ അങ്ങ് പോയതാണ്. നല്ല എല്ലാരും ഡ്രാഗൺ ഫ്രൂട്ട് പറഞ്ഞേനെ. ഇതെന്താ? സപ്പോട്ട. സപ്പോർട്ട് തോന്നുന്നു. കിവി. കിവി. തേങ്ങയല്ലേ? കിവി. ഉറപ്പാണോ? കിവിയാണോ? ഇത് ചിരട്ടയില്ലേ? ഒന്ന് നോക്കിക്കേ. ഇത് ചിരട്ടയുടെ ഒരു ഇതില്ലേ? തേങ്ങയുടെ കൂട്ടൊക്കെ ഇരിക്കുന്നു. കിവി അല്ലേ? കിവി, അവർ ഉറപ്പിച്ച കിവിയാണ്. ആരെങ്കിലും ഒരാൾ ഒരു ആൻസർ പറഞ്ഞാൽ മതി, പിന്നെ കമന്റ് ബോക്സ് മൊത്തം അതാണ്. ഇത് ഓറഞ്ച്. ഓറഞ്ച് ആണല്ലേ? ഓക്കെ, കഴിഞ്ഞു പോയി. വൈകുപോയി. നല്ല രസമായിരുന്നല്ലേ? ആ, ഇപ്പൊ പേടി മാറിയല്ലോ, എല്ലാരും വന്നല്ലോ ഇല്ലേ? ഓക്കെ, ഇതൊക്കെ ഇച്ചിരി സിമ്പിൾ ആയി പോയോ എന്നൊരു ഡൗട്ട്. നമുക്കിനി അടുത്ത കുഴപ്പമൊന്നുമില്ല. നമുക്കെല്ലാം ആദ്യം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരണം, പിന്നെ നമ്മൾ അങ്ങോട്ട് പോകത്തുള്ളൂ. ഓക്കെ, ഇനി ആരാണ്? കുറച്ച് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, കുറെ ആൾക്കാർ ഇനിയുണ്ട്. വീഡിയോ ഓൺ ചെയ്യാനുണ്ട്, റീനെയിം ചെയ്യാനുണ്ട്. അപ്പൊ ഇനി അടുത്ത ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹലോ, ആ, വാ. എന്റെ പേര് അഫ്സ. ഞാൻ തൃശ്ശൂർ വടക്കാഞ്ചേരി ഭാഗമാണ്. ഞാൻ 2002 BBA പാസ് ഔട്ട് ആയതാണ്. ഒരു മാരേജും ഒരു കുഞ്ഞൊക്കെ ആയപ്പോ 2 വർഷം ഗ്യാപ്പിൽ ഇതാ ജോയിൻ ചെയ്ത് ജനുവരിയിൽ MBA ചെയ്യണം, PG ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ്. ഒരാഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തതാണ്. അതിനെ ലേൺ വൈസ് എന്റെ ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, എങ്ങനെയുണ്ട്? വന്നിട്ട് അടിപൊളിയാണ്. അടിപൊളിയാണല്ലേ? ഇത് 2 വർഷം അവസാനം വരെ ഗ്യാപ്പ് ഇത് കാരണം തന്നെ പോണം കേട്ടോ. അതാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇതേ ആഗ്രഹത്തോട് കൂടി തന്നെ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് പോട്ടെ കേട്ടോ. ഈ തുടക്കം കാണുന്ന ഇതേ ചൂടോട് തന്നെ പഠിച്ചു പോകണം കേട്ടോ. അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, പ്രയാസമാണ് എന്നൊന്നും പറഞ്ഞാൽ വന്നേക്കരുത്. ഇല്ല കൊറോണ ബാച്ചാണ്, അത്ര ബുദ്ധിമുട്ടായിട്ട് ഒന്നും വിട്ടിട്ടില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു അഫ്സ. അടുത്തതാരാണ്? ഹായ്, ആ, പറഞ്ഞോളൂ. എൻ്റെ പേര് ജസ്ന. ഉം. എൻ്റെ സ്ഥലം കൊടുവള്ളിയാണ്. ഞാൻ 2020 BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. അതിനുശേഷം പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട് കുറച്ച് ടൈം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വീണ്ടും MBA ചെയ്യാന്ന് വിചാരിച്ചു. ഫിനാൻസ് മാനേജ്മെന്റ് ആണ് ചൂസ് ചെയ്തത്. ലേൺ വൈസ് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് കണ്ടത്. ഓക്കെ, പിന്നെ പോരട്ടെ, ഇത്രേ ഉള്ളോ? അത്ര സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ. ഓക്കെ, ഫിനാൻസ് എന്തുകൊണ്ട് എടുത്തേ? ഫിനാൻസ് ഒരു പുതിയ മേഖല ആയിരിക്കും തോന്നി, അങ്ങനെ ചൂസ് ചെയ്തു. അങ്ങനെ ചൂസ് ചെയ്ത് എന്താണെന്ന് അറിയാനല്ലേ? എന്താണെന്ന് അറിയാൻ ഒരു ഡിഫറെന്റ് HR ഇല്ലേ? ഒന്ന് ഫിനാൻസ് എടുത്ത് നോക്കാം. എടുക്കാൻ വിചാരിച്ചു. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഫിസിക്സ് ആണ് ചെയ്ത് വന്നത്.
സോ ഒരു വെറൈറ്റിക്ക് എടുത്തു. ഓക്കെ, വളരെ നല്ല കാര്യം. അടുത്ത ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, അതിൽ വന്നിട്ടുണ്ട്. എൻ്റെ സ്ഥലം വന്നിട്ട്, എൻ്റെ പേര് അതുൽ മാത്യു. ഞാൻ വന്നിട്ട് വയനാടാണ്. ഉം. വയനാട് കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന ഒരു മലേന്റെ ഒക്കെ താഴെയായിട്ട് വരും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഓക്കെ, പിന്നെ ഞാന് മുബീന മാമിന്റെ മെന്റർഷിപ്പിൽ വരുന്ന ആളാ. ഞാൻ ഇത്തവണ ഈ കൊല്ലം ബികോം കഴിഞ്ഞ് നേരെ MBA ജോയിൻ ചെയ്ത്, പിന്നെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ലേൺ വൈസ് ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അമല് പാട്ട് പാടുവോ? ഇല്ല, ഇല്ല, പറഞ്ഞാണ് സിനിമ ആണ്. സിനിമ കാണും. അപ്പൊ നമുക്ക് ഗെയിം വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ കേട്ടോ. അമലിനെ നമ്മളൊന്ന് നോട്ട് ചെയ്യാം. അമലല്ല, അതുൽ. അത് ഓക്കെ. ജീവൻ ഇങ്ങനെ ഇരുന്നാ മതിയോ? വാ. ജീവൻ എന്താ ഒരു ജീവനില്ലാത്ത പോലെ ഇരിക്കുന്നല്ലോ. കേൾക്കുന്നില്ലേ? ക്ലിയർ ആണ്. നെറ്റ്വർക്കിനെ കുറിച്ച് ഇഷ്യൂ ആണോ? നെറ്റ്വർക്കിന്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട് ജീവൻ. എൻ്റെ ഒരു ജീവൻ, ഞാൻ ആലപ്പുഴ എന്ന് വരുന്നു. ഞാനിപ്പോ ഫോറക്സ് ട്രേഡിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ MBA കൂടെ ചെയ്യാന്ന് വെച്ചാൽ. ഓക്കെ, ആലപ്പുഴ എവിടെ? നമ്മുടെ ആലപ്പുഴ കൈനഗിരി. കൈനഗിരി. ആഹാ, അപ്പൊ നല്ല ടൂറിസ്റ്റ് സ്ഥലമാണല്ലോ കൈനഗിരി ഒക്കെ. ബാക്ക് വാട്ടേഴ്സ് ഒക്കെ അതെ, ആണല്ലോ. ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതായത് കുട്ടനാടിന്റെ അടുത്ത്. എങ്ങനെ ജീവൻ, നിങ്ങളോടൊക്കെ ജങ്കാർ ആക്റ്റീവ് ആണോ? റോഡായില്ലേ? അതൊക്കെ പണ്ടായിരുന്നല്ലേ? അതെ, ഓക്കെ, ഓക്കെ, ശരിയാ ജീവൻ. നെറ്റ്വർക്കിന് ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ, ചെക്കാം. അതെ, ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ ഷെറിൻ, കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ ഡിഗ്രി BBA ഗ്രാജുവേറ്റ് ആയത്. ഇപ്പോൾ ലേൺ വൈസ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അറിഞ്ഞത്. പിന്നെ ലേൺ വൈസ് ഞാൻ ജോയിൻ ചെയ്ത് MBA ജോയിൻ ചെയ്തു. ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു അല്ലേ? അങ്ങനെ വിടത്തില്ല. ഓക്കെ, എവിടുന്നാ വരുന്നേ? കാസർഗോഡ് ആലമ്പാടി. എവിടുന്ന? കാസർഗോഡ് കാസർഗോഡ്. കാസർഗോഡ് ആലമ്പാടി. നിങ്ങളുടെ അടുത്ത് ഏറ്റവും ഫേമസ് ഡിഷ് ഏതാ? ഫേമസ് ബിരിയാണി. അത് പിന്നെ ഐക്കോണിക് ആണല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ എന്തെങ്കിലും പറ. അതിപ്പോ ഞങ്ങളുടെ ബിരിയാണി ഫേമസ് ആണ്. എല്ലാം ഫേമസ് ആണ്. എന്നാലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാണത്തില്ലേ? സ്പെഷ്യൽ കുറെ സ്നാക്സ് കുറെ സ്നാക്സ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, താങ്ക് യു. ഹലോ. ഹലോ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് സുബിന. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നാണ്. ഞാൻ 2010-2013 ബാച്ചിലെ MSc മെഡിക്കൽ ബയോകെമിസ്ട്രി ആയിട്ട്. പക്ഷെങ്കിൽ ലാസ്റ്റ് സെം 6th സെം ആയ ടൈമിൽ പ്രഗ്നന്റ് ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം പിന്നെ ഞാൻ പുറത്തായിരുന്നു. ഇപ്പം 6 മാസം ആവുന്നു ഇപ്പം നാട്ടിൽ ആയിട്ട്. അപ്പം ആ ടൈമില് ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് ഫേസ്ബുക്കിൽ ലേൺവൈസിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാനിപ്പം ജോയിൻ ചെയ്ത് MBA ഹെൽത്ത് കെയറിലാണ്. ഹെൽത്ത് കെയറിലാണ് അല്ലേ? ഓക്കെ, ഓക്കെ സുബിന, താങ്ക് യു. അടുത്തത് ആരാണ്? പ്രവീൺ. അടുത്തത് ആരാണ്? ഹലോ, പറഞ്ഞു. എന്റെ പേര് സോന. സോന. ഞാൻ ആദ്യം ഒരു ഡൗട്ട് പറയട്ടെ സോന. ഞാൻ സോന ആദ്യം തൊട്ടേ വിളിക്കണം എന്ന് വിചാരിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്ത് സോന ഭയങ്കര ആക്റ്റീവ് ആണ്, പക്ഷെ എനിക്ക് പേരറിയത്തില്ല. ഞാൻ ഉള്ളത് പറയാം. ഞാനതാണ് വിളിക്കാതെ. എന്റെ പേര് സോന. വീട് വരുന്നത് തൃശ്ശൂര് മാള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ 2014 BBA പാസ് ഔട്ട് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ വർക്ക് ചെയ്യാൻ വർക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അത് BBA പഠിച്ച ടൈമിൽ തന്നെ ഒരു ആഗ്രഹമായിരുന്നു MBA ചെയ്യണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഓക്കെ വന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും.
അല്ലേ? കംപ്ലീറ്റ് ചെയ്യും. ഷുവറായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ ചെയ്യും. ഓക്കെ. ഓക്കെ, താങ്ക് യു സോന. അർജുനാണോ? ഞാൻ പറഞ്ഞു. അർജുൻ അർജുൻ. ഉം. ഞാൻ കോഴിക്കോട് നിന്നാണ്, കോഴിക്കോട് കല്ലായി. ഞാൻ ഇപ്പൊ കഴിഞ്ഞ വർഷം ഡിഗ്രി BSc ജിയോളജി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു മാസത്തെ ഗ്യാപ്പ് ആയപ്പോ ജോലി കിട്ടി. പിന്നെ ജോലിയുടെ കൂടെ പഠിക്കണം എന്നുള്ളത് കൊണ്ട് PG. ഇൻസ്റ്റയിൽ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു അല്ലേ? ഓ ഓക്കെ, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു അർജുൻ. അടുത്തതാരാണ്? ഒരാളൂടെ വരാം. ആ, പ്രണവ്. ഗുഡ് ഈവനിങ് മാം. എൻ്റെ പേര് പ്രണവ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ BCom ഈ വർഷം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം MBA ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സും പറഞ്ഞാണ് ലേൺ വൈസിനെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റിയതും. ലേൺ വൈസ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ക്ലാസ്സസ് ഒക്കെ എനിക്ക് ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് റെക്കോർഡ് ക്ലാസ്സസും ഹെൽപ്ഫുള്ളാണ്. ഇപ്പം മെന്റർ വാണി മാം ആയിരുന്നു. ഇപ്പം വാണി മാം മാറി ഇപ്പം പുതിയ മെന്റർ അനിഷ്യ മാം ആണ്. അനിഷ്യ മാമും ഹെൽപ്ഫുള്ളാണ്. ഡൗട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. വാണി മാം അതുപോലെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ ഇപ്പം MBA ഇത് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. MBA എനിക്ക് ഹെൽപ്ഫുള്ളാണ്. ലേൺ വൈസ് എനിക്ക് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, താങ്ക് യു പ്രണവ്. ഓക്കെ, അപ്പൊ കുറച്ചുപേര് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇനി ആരെങ്കിലും വരുന്നോ? ഈ ഐഫോൺ ആരാണ്? അൺമ്യൂട്ട് ചെയ്തിട്ട് കണൊന്നും കാണിക്കണ്ട, ഞാൻ കണ്ടു. പേരെന്താണ്? അൺമ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഐഫോൺ എഴുതി കാണിച്ചിട്ടുണ്ടല്ലോ. വാ, ദാ പോയി, വിളിക്കണ്ടായിരുന്നു. MBA സ്റ്റുഡന്റ് അല്ലേ? വാ ഇങ്ങോട്ട്. ഇങ്ങനെ മാറിയിരിക്കുകയാണോ? അൺമ്യൂട്ട് ചെയ്തോ? പേരറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. ഞാൻ ആദ്യം പറഞ്ഞ പേര് മാറ്റണേ. വാ, അൺമ്യൂട്ട് ചെയ്തിട്ട് വാ. ജസ്റ്റ് പേര് പറഞ്ഞു. ഇരിക്കുകയാണ്, വരുന്നില്ല. ഞാൻ വിളിക്കട്ടെ? കേൾക്കുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? കേൾക്കുന്നില്ല. ഹലോ, പറഞ്ഞു, കേൾക്കുന്നുണ്ട്. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ട് കറക്റ്റ് അറിയില്ല. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ നല്ലതായിട്ട് കാണുന്നുണ്ടല്ലോ, നല്ല മൊഞ്ചത്തിയായിട്ടിരിപ്പുണ്ട്. പറഞ്ഞോളൂ. എന്റെ പേര് ഫാത്തിമ ഹിസാന. ഞങ്ങള് കോട്ടയത്ത ഡിസ്ട്രിക്ട്, കോട്ടയം ഇരാറ്റുപേട്ട എന്ന് പറയും. ഞാൻ 2019 BBA പാസ്സായിട്ട് മാരേജ് കഴിഞ്ഞു ആ ഇയർ തന്നെ. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഇത്രയായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. 2 കുട്ടികളുണ്ട്. അപ്പൊ ഇപ്പോഴാണ് എന്തെങ്കിലും പഠിച്ചാലോ എന്ന് ആലോചിക്കുന്നത്. അപ്പം എനിക്ക് PG എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. MBA തന്നെ ചെയ്യണമെന്നായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ലേൺ ബേസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ഒരു പ്ലാറ്റ്ഫോം ലോയിൽ പഠിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഒരു എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ലേൺ ബേസ് ആണെന്ന് തോന്നി. അങ്ങനെ ഞാൻ തന്നെ ആരോടും ചോദിച്ചൊന്നുമില്ല, ഞാൻ തന്നെ ജോയിൻ ചെയ്തു. അപ്പം പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർത്തു ഇല്ലേ? പഠിച്ചു തുടങ്ങിയില്ലേ? ഓക്കെ, ശരി. പേരെന്തായിരുന്നു? ഫാത്തിമ അല്ലേ? ഫാത്തിമ. ഓക്കെ. അടുത്ത ഇനി എന്താണ്? നമുക്കൊരു ഗെയിമിലോട്ട് പോവാം. ഗെയിമിലോട്ട് പോയിട്ട് ബാക്കി കുറച്ച് പേരുണ്ട്. അവരാരും വീഡിയോ ഓൺ ചെയ്യത്തില്ല, ഓഡിയോ ഓൺ ചെയ്യത്തില്ല. അവരെ കൂടെ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കണം. അപ്പൊ അടുത്ത ഗെയിം എന്ന് പറഞ്ഞാല്
നമുക്ക് നോക്കാം. അപ്പൊ മൂവിയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, അതിലൊക്കെ മൂവി ഇഷ്ടമാണെന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ഗെയിം എന്താന്നേ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നു. ഓക്കെ. ഗായത്രി പറയുവോ ഇൻസ്ട്രക്ഷൻ? പറയാം. ഓക്കെ. അപ്പം നമുക്ക് മൂവിയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് നേരത്തെ ഗെയിമിൽ നമുക്ക് നല്ലപോലെ മനസ്സിലായി. അപ്പം ഇത് എന്താണ്, ഒരു മൂവി റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഡയലോഗ്സ് ആവാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ മൂവി റിലേറ്റഡ് ആയിട്ടായിരിക്കും. അപ്പം ആ മൂവി ഏതാണ് എന്ന് എന്ത് ചെയ്യാ, നിങ്ങൾ ഗസ് ചെയ്യാം. വളരെ സിമ്പിൾ ഗെയിമാണ്. നേരത്തെ സൂം കളിച്ചവർക്ക് ഇത് അതിലും വളരെ എളുപ്പമൊന്നും മനസ്സിലാവാൻ പറ്റുന്നതാണ്. അപ്പം ഇതണ്ട, കൗതുകം ലേശം കൂടുതലാ, മാപ്പാക്കണം. ഇത് ഏത് മൂവിയിലെയാ? ഒന്ന് ഗസ് ചെയ്യ. ഗ്രീഷ്മ ഗോദ പറഞ്ഞു. ഗോദയിൽ തന്നെയാണോ? ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. അതെ. നോ ഐഡിയ. ഇത് നമ്മളുടെ മേഖലയല്ല. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഒരാളാ ഗോദ പറഞ്ഞ. അറിയില്ല. അറിയില്ല. നോക്കാം നമുക്ക്. അതോ ഇനി എന്തെങ്കിലും ആൻസർ ഉണ്ടോ? വെൽക്കം ടു സെൻട്രൽ ജയിൽ. ഗോദ. ഇത് അമ്മേന്റെ ഫ്രണ്ട്സ് ആണോ? ഓക്കെ, നമുക്കത് നോക്കാം. ഗോദയാണ്. ശരിയാണ്, ഗോദയാണ്. നമുക്ക് അടുത്തത് ഇനി നോക്കാം. മൈ ഫോൺ നമ്പർ ഈസ് മോഹൻലാൽ ഖാൻ. ഏതാ? രാജാവിന്റെ മകൻ. ഒരിക്കൽ രാജുമോൻ എന്നോട് ചോദിച്ചു ഡയലോഗ് ഉണ്ടല്ലേ? രാജാവിന്റെ മകൻ. അത് 20-ാം നൂറ്റാണ്ട്. രാജാവിന്റെ മകനാ? ആണോ? ഉറപ്പാ? ഉറപ്പാണ്. ഉറപ്പ്. കട്ട മോഹൻലാൽ ഫാൻ. മോഹൻലാൽ ഫാനാണ്. നോക്കാം. അതെ, രാജാവിന്റെ മകൻ. അടുത്ത നോക്കാം. ആരാ? പറയാം ഈ ഡയലോഗ്. ഷമ്മി ഹീറോ ആടാ. ഷീറോ ആര് പറയും? ആരെ കൊണ്ട് പറ്റും? ഷമ്മി ഹീറോടാ, ഹീറോ. നോക്കാം. അതെ, കുമ്മിങ്ങനെ. ഇതോ കലങ്ങി. യോധ. മേലെപ്പറമ്പിൽ ആൺവീട്. മേലെപ്പറമ്പിൽ ആൺവീടല്ല. യോധ. കൈപ്പറമ്പിൽ അശോകനോട് തോറ്റിട്ട് ഞാൻ പാട്ടൂടെ പാടല്ലേ കേട്ടോ. അതിന്റെ കുറവല്ലേ. നമുക്ക് നോക്കാം. യോധ. ഇതോ മറ്റേ ശ്രീനിവാസന്റെ മൂവിയാ. ആണോ? ഒന്ന് ചിരിച്ച് പറയൂ. വടക്ക് നോക്കി യന്ത്രം. നാടോടിക്കാറ്റ് അല്ലേ? നാടോടിക്കാറ്റാണ്. ഒന്നുകൂടെ നോക്കിയേ. വിജയനെ ഓർമ്മയുണ്ടോ? ദാസനും വിജയനും അല്ലേ? അതെ, ദാസനും നാടോടിക്കാറ്റല്ലേ? വിജയനാണ്. പക്ഷെ നാടോടിക്കാറ്റാണോ? നാടോടിക്കാറ്റാണ്. അക്കരെ അക്കരയല്ലേ? അല്ല, അക്കരെ ഇതല്ല. അവര് അമേരിക്കക്ക് പോണതാ. അത് പോൾ ബാർബറെ പിടിക്കാൻ പോണതാ. ആണോ? മറ്റേ കിരീടം അല്ലയോ? ഇത് അക്കരെ. നമുക്ക് നോക്കാം. ഇതോ നടേശ കൊല്ലണ്ട. അല്ല. കിട്ടി. രാവണപ്രഭു. തമ്പുരാനാ. ഞാൻ പറയാൻ തമ്പുരാനാട്ടോ. നിങ്ങളല്ലേ രാവണപ്രഭു. നോക്കാം.
രാജമാണിക്യം 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 ഇത് പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ആര് ഡയലോഗ് ഒന്ന് പറയാവോ? ഇല്ല. നമ്മൾ തിരുവനന്തപുരംകാരൊക്കെ ഉണ്ട് ഇവിടെ. വർക്കിച്ച യവൻ പുലിയാണ് കേട്ടാ. ഉം. ബാക്കി 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 നമ്മളൊരു നമ്മളൊരു വരവ് കൂടി വരേണ്ടി നമ്മൾ വരും. ഒരു വരവ് കൂടി വരേണ്ടി വരും. അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു. ഇതോ തലേണമന്ത്രം. തലയാണമന്ത്രം. നമ്മുടെ ഓയമൊക്കെ എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതെ. ഓക്കെ, അങ്ങനെ ശുഭം. ആ ഗെയിമും കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ? എങ്ങനെയുണ്ട് കിക്ക് ഓഫ്? സൂപ്പർ അല്ലേ? അടിപൊളിയായിരുന്നു. അടിപൊളിയല്ലേ? ഓക്കെ. നൈസാണ്. അടുത്ത ആരാണ്? വന്നട്ടെ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അടുത്ത ഗെയിമിലോട്ട് നമുക്ക് പോവാം. നമുക്ക് തീരെ സമയം കിട്ടാ. വാ, അടുത്ത ആരാണ് ഇനിയിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ? ആരാ ഉള്ളേ? ഹലോ, എൻ്റെ പേര് പ്രിയങ്ക. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ്, അടൂര്. അടൂര് പത്തനംതിട്ട. ഹലോ, ഓക്കെ, പ്രിയങ്ക. അടൂർ പത്തനംതിട്ട. ഓക്കെ, പറഞ്ഞോളൂ. BSc ഗ്രാജുവേറ്റ് ആണ്. 2016 പാസ് ഔട്ട് ആയത്. അപ്പം 8 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കോൺട്രാക്ട് ബേസ് ഗവൺമെന്റ് സെക്ടറിൽ 7 ഇയേഴ്സ് ആയിട്ട്. ഇപ്പം മുമ്പോട്ടുള്ള ഒരു ബെറ്റർ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് MBA ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പുറത്തോട്ട് നോക്കുന്നുമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. എനിക്കൊരു കുഞ്ഞുണ്ട്, 4 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. മാരീഡ് ആണ്. ഓക്കെ, പ്രിയങ്ക നമുക്കിവിടെ വിസിബിൾ ആയിട്ടില്ല കേട്ടോ. ക്ലിയർ നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ട്. അതെ, നെറ്റിന്റെ ഇഷ്യൂസ്. അതെ. എനിക്ക് പ്രിയങ്കയുടെ വോയിസ് മാത്രം നല്ല ക്ലിയർ ആയിട്ട് കുറെ കേൾക്കുന്നു. നേരം കൊണ്ട് ട്രൈ ചെയ്യാണ്. ഓഡിയോയും വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. നെറ്റിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഹലോ, ഞാൻ കറന്റ് ഇപ്പം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ ലേൺ വൈസില്. ഇപ്പൊ ഒരു 1 വീക്ക് ആയിട്ടേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഹലോ, സ്റ്റക്കായി പറയുന്നത് നിൽക്കുകയാണ് ക്ലിയർ എനിക്ക്. ആണ്. പ്രിയങ്ക പറയുന്നത് ക്ലിയർ ആണ്, പക്ഷെ വീഡിയോ മാത്രം നമുക്കിവിടെ കിട്ടുന്നില്ല. പക്ഷെ വീഡിയോ ആണോ? ഓൺ ആണ് അല്ലേ? ഓക്കെ. ഓൺ ആണ്. അതെ, വീഡിയോ ഓൺ ആണ്. ഓക്കെ, വാ ഇങ്ങോട്ട്. അടുത്ത ഗെയിം കളിക്കട്ടെ, സമയം പോന്നു. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അടുത്ത നമുക്ക് എടുക്കാനായിട്ട്. വാ, ഗായത്രി മാം. അതാണ്, പിള്ളേരാരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി പേര് വിളിച്ച് വരുത്തണോ? ആതിരയുണ്ട്, വിനീഷ. ജെയ്സൺ എന്താ ഉണ്ടായിരിക്കുന്നത്? വരൂ, പറ. അഭിമന്യു, റിയ. റിയ ജോയിൻ ചെയ്തിട്ടില്ല. റിയ നസ്രത്തൊക്കെ പറയൂ പേര്. പറഞ്ഞു. എന്റെ പേര് അഭിമന്യു എന്നാണ്. ഞാനിപ്പോ പുറത്താണ്. അതാ ഞാൻ പിന്നെ ഒന്നും മൈക്കൊന്നും ഓൺ ആക്കാതിരുന്നേ. ഞാനിവിടെ പറഞ്ഞോളൂ അഭിമന്യു. കണ്ടു. ഞാൻ ഒന്ന് പുറത്ത് വന്നേക്കണം. അപ്പൊ അത് കാരണമാണ് മൈക്കൊന്നും കാര്യമായിട്ട് ഓൺ ആക്കാൻ. ഞാനിപ്പോ ഇവിടെ എറണാകുളത്ത് തന്നെയാണ് വീട്. എറണാകുളത്ത് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രൊഡക്റ്റ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡൈന എന്ന് പറയുന്ന ഒരു ഓർത്തോപെഡിക് മാനുഫാക്ചറിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് MBA എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും പിന്നെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് MBAക്ക് കയറുന്നത്. മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാരീഡ് അല്ല. ഓക്കെ, ശരിയാണ്. പറയേണ്ടതല്ല, ഒറ്റ വാക്കി സ്ട്രെച്ച് അറിയേണ്ടതെല്ലാം ഒറ്റ വാക്കി പറഞ്ഞു, എല്ലാവർക്കും ഒന്ന് അറിയിച്ചു. ഓക്കെ, പിന്നെ ആരാണ് അടുത്തത്? ആരാണ്? നസ്രത്ത് പറയൂ. എന്താ മിണ്ടായിരിക്കുന്നേ? അയ്യോ, പോയോ? റിയ.
എന്ത് ഹലോ പറ്റില്ലേ? ആ, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? ആ കാണുന്നുണ്ടോ മാം? ഹലോ ഇപ്പൊ കാണുന്നുണ്ട് റിയ, പറഞ്ഞു. ഹലോ ഗുഡ് ഈവനിങ്. എൻ്റെ പേര് റിയ. എൻ്റെ വീട് കൊട്ടാരക്കരയിലാണ്. ഞാൻ BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ മാരീഡ് ആയതിനു ശേഷം ഇപ്പം റിസൈൻ ചെയ്തു. ഞാൻ 1 മന്തായി ഇപ്പം ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ട്. എനിക്ക് MBA ഞാൻ അഗ്രി ബിസിനസ്സാണ് നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ HR എന്തായാലും എനിക്ക് MBA ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെ പിന്നെ MBA HR എടുത്തു. ലേൺ വൈസ് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് അത് ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാണി മാമുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നല്ലൊരു സപ്പോർട്ടാണ് തരുന്നത്. എല്ലാ വീക്കും വിളിച്ച് നമ്മുടെ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ അസൈൻമെന്റ്സ് ആയാലും എല്ലാം നല്ലൊരു സപ്പോർട്ടാണ് മാം തരുന്നത്. താങ്ക് യു ലേൺ വൈസ്. ഓക്കെ റിയ, താങ്ക് യു. താങ്ക് യു. ആർക്കും അസൈൻമെന്റ് കൊടുത്തോ? ഇല്ലില്ല, ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നു. അസൈൻമെന്റ് ഒക്കെ നമുക്ക് ഓറിയന്റേഷൻ ആയതല്ലേ ഉള്ളൂ. നെക്സ്റ്റ് ആണ്. ഇന്നിപ്പോ അസൈൻമെന്റും പഠിത്തവും ഒന്നും വേണ്ട. ഇന്നിപ്പോ നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ഗെയിംസും ഇൻട്രൊഡക്ഷനും മാത്രം. ഇതൊക്കെ മാറ്റിയേക്ക. അഭിനവ് വരും, പറ, കേക്കട്ടെ. ഒളിച്ചിരിക്കുകയാണ്. ജെയ്സൺ, ജേസന് വീഡിയോ ഓണാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓഡിയോ ഓണാക്കാൻ ജേസൺ. ഞാൻ നസ്രത്ത് വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണല്ലോ. ഓക്കെ, 1 മിനിറ്റ്, ഇപ്പൊ വരാം ജേസൺ. ഹലോ, വാങ്ങിട്ട് എന്റെ പേര് നുസ്രത്ത്. ഉം. ഞാൻ എറണാകുളത്ത് നിന്നാ വരുന്നത്. കൊച്ചുണ്ട്, അതാ ഞാൻ പിന്നെ മ്യൂട്ടാക്കി വെച്ചത്. കുഴപ്പമില്ല. ഞാൻ BCom ടാക്സേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ ഹസ്ബൻഡ് വഴിയാണ് ഞാൻ ലേൺ വൈസ് കാണുന്നത്. അപ്പൊ ഞാനിപ്പോ MBA ഫിനാൻസ് ആണ് എടുത്തത്. MBA ഫിനാൻസ് ആണല്ലേ? അതെ. ഓക്കെ. ഫിനാൻസിൽ ഏതാണ്? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഫിനാൻസ് എടുത്തേ? ഇല്ല, ഫിനാൻസ് ഫിനാൻസ് എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ വേറെ കേട്ടോ. MBA ഫിനാൻസ് വേറെയാണ്. ഇച്ചിരി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ. നല്ല പേപ്പറാണ്. നാലാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു. അടുത്ത ആരാണ്? പോരട്ടെ. എന്തായാലും 1 മിനിറ്റിനുള്ളിൽ ജേസൺ വരും. ജേസൺ പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ആരാണ്? നിരഞ്ജൻ, വിനീഷ, അഭിനവ് ഉണ്ട്. അഭിനവ് പറയൂ, ഉണ്ടായിരിക്കുന്ന എന്താ? കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. വീഡിയോ ഓൺ ചെയ്യാമോ? വീഡിയോ ഓൺ ചെയ്യണോ? ഞാൻ ഇങ്ങനെ പറഞ്ഞാ പോലെ. പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്യും. എന്തായാലും ഒരു മീറ്റപ്പിൽ ഇത്രയും കുട്ടികൾ വീഡിയോ ഓൺ ചെയ്തില്ലേ? അല്ല, ഞാൻ ഇങ്ങനെ പറയാം, അതാ നല്ലത്. എന്നാ പറഞ്ഞു. എന്റെ പേര് അഭിനവ്. ഞാൻ കോഴിക്കോട് വടകരയിൽ. ഞാൻ MBA എടുത്ത് ഞാൻ എന്താ പറയാ, MBA ചെയ്ത് ലേൺ വൈസ് ലൂടെയാണ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഹെൽപ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നു. ഓക്കെ. അഭിനവ് എവിടാണ്? വടകരയാണല്ലേ? ആർസിയുടെ അടുത്താണ്? റീജിയണൽ സെന്ററിന്റെ അടുത്താണോ? റീജിയണൽ കോഴിക്കോട് വടകര. വടകര. അല്ലല്ല, ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയാണല്ലേ? നീങ്ങി. ഓക്കെ. MBA ചുമ്മാ എടുത്തതാണോ അതോ ജസ്റ്റ് PG ചെയ്യാൻ വേണ്ടിട്ട് എടുത്താണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഇന്റൻഷൻ ഉണ്ടായിരുന്നോ? ഹാവ് ടു ഡു എന്ന് പറഞ്ഞ എന്തെങ്കിലും മസ്റ്റ് ഹാവ് ആണ് അങ്ങനെ എടുത്താണോ? അല്ല, ഞാൻ വെറുതെ ഇരിക്കുന്ന, അപ്പൊ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. ചുമ്മാ ഇരിക്കുകയല്ലേ അല്ലേ? MBA എടുത്തുകളെ. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് 3 കൊല്ലായി. ഇപ്പൊ വേറൊന്നും ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു വെറുതെ. ഓക്കെ, ശരി. ജെയ്സൺ വരാൻ ഇനിയും സമയമുണ്ട്. അപ്പൊ ഒരാളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹായ് മാം. പറഞ്ഞു നിരഞ്ജൻ. ഞാൻ നിരഞ്ജൻ, ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത്.
ഞാൻ BBA കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ആ ആഫ്റ്റർ ദാറ്റ് MBA ഇൻ HR നോക്കുന്നു. അപ്പോഴത്തെ MBA നോക്കുന്നല്ലേ? ആ BBA കഴിഞ്ഞ് ബ്രേക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എത്ര നാളുണ്ടായിരുന്നു? 1 year. 1 year ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരുന്നോ? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. എങ്ങനെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണോ? അത്ര വലുതായിട്ടില്ല. അത്ര എഴുതിട്ടില്ല. ഓക്കെ ഓക്കെ. ശരി, താങ്ക് യു. ഓക്കെ, ജേസൺ വന്നിട്ടുണ്ട്. മാം കാണാമോ മാം? കാണുന്നുണ്ട്. ഹായ് മാം, എൻ്റെ പേര് ജെയ്സൺ. ഞാൻ കോട്ടയം ജില്ലയിൽ അയർക്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നായിരുന്നു. ഞാൻ 2017 ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയ BSc ബോട്ടണി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാള് മുംബൈയിൽ ഒരു ഡിഫൻസ് ബേസ്ഡ് കുറച്ച് സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുകയായിരുന്നു. പിന്നെ അത് തിരിച്ച് നാട്ടിലോട്ട് വന്നു. 2018 ഞാൻ ഒരു എൻട്രൻസ് എക്സാം എഴുതി ഞാൻ ട്രിവാൻഡ്രത്ത് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ ആ കോച്ചിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനത് MBA എടുക്കാന്നുള്ള തീരുമാനം എടുത്തു. പണ്ട് തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു MBA എടുക്കണം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ റൈറ്റ് ടൈം എനിക്ക് കിട്ടിയത്. ഇപ്പോഴാണ്. ഓക്കെ ജേസൺ. ആ ജേസൺ ഇങ്ങനെ ആളൊന്നും അല്ല. ജേസൺ അറ്റ് എ ടൈം എന്തെല്ലാം കാര്യത്തിൽ ഇൻവോൾവ് ആണല്ലേ? ഇടയ്ക്ക് 1-2 കോച്ചിങ് എക്സ്ട്രാ ചെയ്യുന്നുണ്ട് മാം. അപ്പൊ അതിന്റെ കുറച്ച് സമയം, പിന്നെ ഇപ്പൊ ഫാമിലിയിൽ കുറച്ചൊരു പേഴ്സണൽ ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുകൾ കാരണമാണ് ഈ ഇടയ്ക്ക് വന്നിട്ട് പോകുന്നത്. സോറി. ഓക്കെ ശരി. ഓക്കെ ജേസൺ, താങ്ക് യു കേട്ടോ. താങ്ക് യു. ഓക്കെ. പറഞ്ഞപ്പോ വീഡിയോ ഓൺ ചെയ്ത് വന്നില്ല. ഓക്കെ, അടുത്തത് വിനീഷ. വിനീഷ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? രണ്ടുപേരുടെ അങ്ങാണ്ടേ ഉള്ളൂ ഇനിയും പറയാനല്ലേ? ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ആതിര പറയാനുണ്ട്. ആതിര മുമ്പ് വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുകയായിരുന്നു കുട്ടി. ആ അൺമ്യൂട്ട് ചെയ്യണേ. പിന്നെ അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്തിട്ട് വാ. ഹായ് മാം. ഹലോ. ആ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എന്റെ പേര് റബീന. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോ എന്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് 3-4 വർഷം കഴിഞ്ഞു. അപ്പോ എന്റെ മാരേജ് കഴിഞ്ഞു. അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടു. ഇപ്പൊ ചെയ്യണം തോന്നി, MBA ചെയ്യണം തോന്നി. അപ്പോ ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ലേൺവൈസ് ഞാൻ കണ്ടത്. അപ്പോ ഫാമിലി എല്ലാവരോടും ചോദിച്ചപ്പോ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. MBA ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഏതെങ്കിലും ഒരു സബ്ജക്ട് പ്രത്യേകിച്ച് ഇഷ്ടമാവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു? 1 വീക്ക് ആയിട്ടുള്ളൂ ഒക്കെ ശരിയാക്കി വന്നിട്ട്. ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും കയറാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ടേബിൾ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. ഒരു ഐഡിയ കിട്ടും എവിടെ തുടങ്ങാൻ കിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് തുടങ്ങണം. ഓക്കെ ശരി, താങ്ക് യു. അടുത്തത് ആതിര. ആതിരയുണ്ട്, വിനീഷയുണ്ട്. ഹായ് വിനീഷ. മാം. വിനീഷ വാ. എന്റെ പേര് വിനിഷ. ഞാൻ ഇപ്പൊ ഇവിടെ കോട്ടയത്ത് വർക്ക് ചെയ്യാണ്. വീട് പാലക്കാടാണ്. BBA കഴിഞ്ഞു. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തു. ഇപ്പൊ വർക്ക് ചെയ്യുക. ഓക്കെ വിനീഷ. വിനീഷ വന്നതേ ഉള്ളോ? വന്നതേ ഉള്ളൂ, ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളോ? അപ്പൊ വന്നേരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു വിനീഷ. ഇനി ആതിരയും കൂടെ ഉള്ളു കേട്ടോ. ആതിര പറയുന്നോ? ഹലോ മിസ്. വീഡിയോ ഓൺ ചെയ്യുവോ? ഒരു മിനിറ്റ്. ഹലോ. എൻ്റെ പേര് ആതിര. ഞാൻ BCom കഴിഞ്ഞു. കഴിഞ്ഞ ഇയർ ഗ്രാജുവേറ്റ് ആയി. കൊല്ലം MBA ചെയ്യാൻ വിചാരിച്ചു. കഴിഞ്ഞ കൊല്ലം ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് ഈ കൊല്ലം MBA ചെയ്യാന്ന് വിചാരിച്ചു. അതെന്താ പിന്നെ MCOM-ന് പോവാതെ MBA-ക്ക് വന്നേ? അത് കഴിഞ്ഞ കൊല്ലം ഒരു അമ്മയ്ക്ക് വയ്യായിരുന്നു. അപ്പം ഒരു കൊല്ലം പോയി. ഓക്കെ ശരിയാവണ്ട. നമുക്ക് അടുത്ത ഗെയിം കളിക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറിക്കോളും കേട്ടോ. ഓക്കെ ശരി, എന്നാ താങ്ക് യു.
അപ്പൊ ഇനിയിപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യണം. മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം, പക്ഷെ വീഡിയോ ഓൺ ചെയ്യണം. അങ്ങനത്തെ ഒരു ഗെയിമാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇരിക്കാനൊന്നും ഒക്കത്തൊന്നുമില്ല. അസിസ്റ്റൻസ് ഒക്കെ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് നിർത്തിക്കൊള്ളുക. ഇരിക്കാൻ ഓക്കെ ഓടിച്ചാടി കളിക്കുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓൾമോസ്റ്റ് അല്ല, എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം ഇനിയിപ്പം വീഡിയോ ഓൺ ചെയ്യുക. ഇരിക്കാനൊന്നും നോക്കത്തില്ല. വളരെ എനർജറ്റിക് ആയിട്ടൊക്കെ ഇരുന്നോളൂ. ഞാൻ പറയില്ല, അസിസ്റ്റൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊന്ന് പിടിച്ചിരുത്തിക്കൊള്ളുക. ഞാൻ പറയും പോയി എടുത്തോണം എന്ന് പറഞ്ഞോളൂ കേട്ടോ. തുടങ്ങാം. അപ്പൊ അടുത്ത നമ്മളുടെ ഗെയിമാണ് ഇപ്പൊ വരും, ഗ്രാബ് ആൻഡ് റൺ. ആ പടത്തിൽ കാണുന്നത് പോലെ തന്നെ കാണാമല്ലോ, സ്ക്രീൻ കാണാമല്ലോ. പടത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മളിവിടെ എന്തെങ്കിലും ഐറ്റംസ് കാണിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയും. അത് നിങ്ങൾ ഓടിപ്പോയി എടുത്തോണ്ട് വരിക. ചിലപ്പോൾ ഒരു കപ്പായിരിക്കും കാണിക്കുന്നത്. അപ്പൊ ആ കപ്പ് പോയി എടുത്തോണ്ട് വരണം. ഇപ്പോഴല്ല, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. ഓക്കെ, റെഡി? അപ്പൊ അതിനായിട്ട് എല്ലാവരും തന്നെ ക്യാമറ ഓൺ ആക്കുക, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് ഗെയിം ആണേ. തുടങ്ങാം. റെഡി ആണല്ലോ? ഓക്കെ, ഫസ്റ്റ് പ്രോഡക്റ്റ് ഗ്ലാസ്. ഒന്നും ഇല്ല. ആരെങ്കിലും എടുത്തോണ്ട് ഫസ്റ്റ് ആരെയും കൊണ്ടുവന്നേ? നമ്മുടെ ഉണ്ടോ? ഫാത്തിമ കൊണ്ടുവന്നിട്ടുണ്ട്. ഫാത്തിമയുടെ കയ്യിൽ ഗ്ലാസ് ഇല്ലേ? അതെ അതെ. ജീവന്റെ ഗ്ലാസ്സിൽ ഇറങ്ങുന്ന മാത്രമുണ്ട്. ജസ്റ്റിനെ കപ്പെടുക്കാൻ ആരെയോ പറഞ്ഞിട്ടിട്ടുണ്ട്. ഇവരെ എത്തിയില്ല എന്ന് തോന്നുന്നു. നമുക്ക് താരക്ക് കിട്ടി. ഗ്ലാസ് ആണ് അത്, ബോട്ടിലല്ലേ ജീവ? താരക്ക് കിട്ടി. അതില് പോന്നില്ലേ? ഗ്രീഷ്മയ്ക്ക് കിട്ടി. കിട്ടി. റിയക്ക് കിട്ടി. വിഷ്ണുപ്രിയക്ക് കിട്ടിയോ? ഇല്ല, വിഷ്ണുപ്രിയ ഓടുവാണ്. കിട്ടി. പ്രണവിന് കിട്ടി. ശരി, അത് മാത്രം ഇങ്ങനെ കാണിച്ചോണ്ടിരിപ്പുണ്ട്. എന്നാലും ഞാൻ മുഖം കാണിക്കത്തില്ല. ഗ്ലാസ് മാത്രമല്ലേ. അർജുന കിട്ടി. അർജുന കിട്ടി. അർജുന കിട്ടി. അങ്ങനെ അതുല്യം കിട്ടി ഗ്ലാസ്. ഓക്കെ, ഓൾമോസ്റ്റ് കാണിച്ചു എന്ന് വിചാരിക്കുന്നു. റുബീന പോകുന്നുണ്ട്. റുബീന കിട്ടിയോ? ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അതിന് പോകുന്നില്ലേ? എന്നാ അടുത്ത പോയെടുത്തോണ്ട് വരണം കേട്ടോ. ആദ്യം വിളിക്കുന്ന ആതിരായിരിക്കും. നോക്കാം അടുത്തത്. ജീവന് കിട്ടി. പോവണ്ട, ആതിരയ്ക്ക് പോവണ്ട. കിട്ടി. വിനീഷ കാണിച്ചു, ഫാത്തിമ കാണിച്ചു, പ്രണവ് കാണിച്ചു. ആതിര കൊണ്ട് കാണിക്കണ്ട, ആതിര വെച്ചിട്ടുള്ള ആതിരക്ക് കാണിക്കണ്ട, ധൈര്യമായിട്ടിരുന്നു. റിയക്ക് കിട്ടി. പ്രണവിനും സെറ്റാണ്. ഓടിപ്പോണ്ട. അയ്യോ, ജസ്നക്ക് കിട്ടിയില്ല. അതിൽ കിട്ടി. അടുത്ത ഒപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ വിഷ്ണുപ്രിയക്ക് ഞാൻ പറയുന്നേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. അർജുന് കിട്ടി. ഓക്കെ, വിഷ്ണുപ്രിയയുടെ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കാം കേട്ടോ. ഗ്രീഷ്മ കിട്ടിയോ? ഇപ്പൊ ലാസ്റ്റ് വൺ ഏതാ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. സ്പെക്സ് അല്ലേ? സ്പെക്സ് ഇല്ല, പൊട്ടസാരില്ല. നമുക്ക് അടുത്തതിന് പിടിക്കാം. ഉണ്ടോ മിസ്ന? ഇത് കൊണ്ടേ കൊടുക്കട്ടെ? കൊടുത്തിട്ടോ? അയ്യോ, ആരുടെയാ? അച്ഛൻ്റെ കൊടുത്തിട്ടോ? ഓക്കെ, മിസ്ന കിട്ടി. നമുക്ക് അടുത്ത നോക്കാം കേട്ടോ. കോമ്പ്, ചീപ്പ്. ഇത് വളരെ എളുപ്പം. ഓടിക്കോ. ജമാലുദ്ദീൻ സാറിന് കിട്ടി. ചീപ്പ്. അതിന് കിട്ടി. ജസ്നയ്ക്ക് കിട്ടി. ഗ്രീഷ്മ ഓടിയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. പ്രണവിന് കിട്ടി. നുസ്രത്തിന് കിട്ടി. ആതിരയ്ക്ക് കിട്ടി. ആരുടെ അറിവിനെ? കുഞ്ഞിന്റെ ആണോ?
വളരെ സ്മൂത്ത് ആയിട്ടിരിക്കും ചെറുത്. ഓക്കെ. ജസ്റ്റിന് കിട്ടി. ആ പ്രാവൺ വന്നല്ലേ? പ്രാവനെ ഞാൻ മുമ്പ് കണ്ടില്ല, ഇവിടെ നിന്ന് ചുറ്റിപ്പറ്റി നോക്കിയായിരുന്നു ഞാൻ. ഒരാളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കിട്ടിയോ? മിസ്സേ ഇവിടെ ഇല്ലായിരുന്നു മിസ്സേ. ആ ഓക്കെ, സാരമില്ല. പ്രിയങ്കയ്ക്ക് കിട്ടി. ഓക്കെ, അടുത്ത നോക്കാം. ഇനിയെല്ലാം സിമ്പിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ജസ്മിക്ക് കിട്ടി. താര പറഞ്ഞു വിട്ടു. കിട്ടി കിട്ടി. ഓക്കെ, ഫാത്തിമയ്ക്ക് കിട്ടി. അതിലിന് കിട്ടി. പ്രാവണിന് കിട്ടി. അതിലിന് കിട്ടി. റിയക്ക് കിട്ടി. പ്രണവ് കിട്ടിയില്ലേ? കിട്ടി, കാണിച്ചായിരുന്നു. അർജുന് കിട്ടി. അർജുൻ. വിഷ്ണുപ്രിയ കിട്ടിയോ? ആ കിട്ടി. മിസ്സിനക്ക് കിട്ടി. ജീവൻ നോക്കുവാണോ? ഓക്കെ. ഇല്ലല്ലേ? ഓക്കെ, അടുത്ത നോക്കാം. പെൻസിൽ അല്ലെങ്കിൽ പേന? ഇത് വളരെ എളുപ്പം. എല്ലാത്തിനും കയ്യിലുണ്ടാവും. എല്ലാത്തിനും കയ്യില്. അതെ അതെ. അമൃതയ്ക്ക് കിട്ടി. താരക്ക് കിട്ടി. ജീവൻ കിട്ടി. ജസ്നിക്ക് ആടെ കിട്ടി. തിരച്ചും വീഡിയോ ഓൺ ചെയ്തു. അയ്യോ പോയി. അതിലിന് കിട്ടി. ജസ്നിക്ക് കിട്ടി. ഓക്കെ. ഇതെല്ലാവർക്കും കിട്ടും. പ്രണവ് കിട്ടി. എല്ലാവരുടെയും കയ്യിലുണ്ട്. ജമാലുദ്ദീൻ. ഓക്കെ കിട്ടി. പ്രിയങ്കയ്ക്ക് കിട്ടിയോ? ഓക്കെ കിട്ടി. ഹംസയ്ക്ക് കിട്ടി. ഗ്രീഷ്മയ്ക്ക് കിട്ടി. ഓക്കെ. നുസ്രത്തിന് കിട്ടി. എല്ലാവർക്കും കിട്ടി. അടുത്തത്. താരക്ക് കിട്ടി. താര അടുത്തെടുത്ത് വെച്ചേക്കുമായിരുന്നു. കുഞ്ഞിന്റെ ബുക്ക് എടുത്തേ അതിലിന് കിട്ടി. പ്രാവണിന് കിട്ടി. അമൃതയ്ക്ക് കിട്ടി. ജസ്ന, ജീവൻ, റിയക്ക് കിട്ടി. ജിസ്ന. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ബുക്കുണ്ട്. ഫാത്തിമയുടെ കയ്യിലുണ്ട്. ഓക്കെ. നിരഞ്ജൻ. അല്ല, ഇന്ന് ഓറിയന്റേഷന്റെ ഫസ്റ്റ് ഡേ അല്ലേ? ഇന്നെന്തോ ക്ലാസ് ഒക്കെ എടുക്കാൻ എല്ലാരും പെന്നും ബുക്കൊക്കെ ആയിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു. അതാണ്. ഓക്കെ, ഇനി അടുത്തതോ? പ്ലേറ്റ്. ഗ്രീഷ്മ ഓടി. മറ്റേ ഐഫോൺ. താരക്ക് കിട്ടി. ആരൊക്കെ എല്ലാ അസിസ്റ്റൻസ് അല്ലേ? പഠിക്കുന്ന പിള്ളേര് രണ്ട് സൈഡ് നിർത്തേക്കുവാണ്. മിൻസയ്ക്ക് കിട്ടി. നിരഞ്ജൻ പ്ലേറ്റ് ഇല്ല, സാരയില്ല. ഫാത്തിമയ്ക്ക് കിട്ടിയ നല്ല പൂക്കളൊക്കെ ഉണ്ടല്ലോ. ജമാലുദ്ദീൻ ആ, സാറ് പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് വന്നു. ഓക്കെ. എനിക്ക് വയ്യ. അതിൽ കിട്ടി. ഓക്കെ. ഓക്കെ. പ്രണവിന് കിട്ടി. ഗ്രീഷ്മയ്ക്ക് കിട്ടി. നുസ്രത്തിന് കിട്ടി. ഓക്കെ. ഹഫ്സയ്ക്ക് കിട്ടി. ഓക്കെ. റിയയ്ക്ക് കിട്ടി. ജസ്നയ്ക്ക് കിട്ടി. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ഇത് ഒറ്റയടിക്ക് കാണിച്ചിരുന്നെങ്കിൽ അടുക്കളയിൽ വിട്ട് ഒരു വട്ടം പോയാൽ മതിയായിരുന്നു അല്ലേ? ഹഫ്സ അടുക്കളയിൽ പോയി പ്ലേറ്റ് എടുത്തിട്ടോ തിരിച്ചു വന്നതേ ഉള്ളൂ. തിരിച്ചു പിന്നെയും സാറ് കൊള്ളാം. നേരത്തെ നമ്മുടെ കാര്യങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം ഒരു അടിയിലുണ്ട്, സെറ്റാണ്. എന്താ പറഞ്ഞ അപ്പൊ തന്നെ എല്ലാം വരുന്നുണ്ട് ഫസ്റ്റില്. താരക്ക് കിട്ടി. ഓക്കെ. അതിലെടുത്തോണ്ട് വന്നു. ഓക്കെ. മിൻസയ്ക്ക് കിട്ടി. മിൻസയുടെ ശരി അസിസ്റ്റന്റ് പോന്നില്ലേ? എടുത്തോണ്ട് വന്നു തോന്നുന്നില്ല. ശരി പോന്നില്ലേ? ഇല്ലേ? അതിനകത്തിരുന്ന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ മതി ഇല്ലേ? ജമാലുദ്ദീൻ കിട്ടി. ഓക്കെ. പ്രണവിന് കിട്ടി. പ്രാവണിന് കിട്ടി. ഓക്കെ. അതിലിന് കിട്ടിയില്ലേ? അതിന് കിട്ടി. കിട്ടിയോ? ആദ്യമേ കാണിച്ചു. ഓക്കെ. പെർഫ്യൂം. അത് ശരി കാണിക്കും. അമൃതയ്ക്ക് ഒരു കിട്ടി. ഏരിയ അനുസരിച്ചിട്ട് അവിടെ കാണും എന്ന് വിശ്വസിക്കാം. കണ്ടോ? അമൃത ആദ്യമേ പൊക്കി എടുത്തു. അമൃതയ്ക്ക് കിട്ടി. ജമാലുദ്ദീൻ കണ്ടായിരുന്നു. അതിലിന് കിട്ടി. ജീവന് ഹഫ്സ, കിട്ടി. ശ്രാവൺ, ജസ്ന. റിയയ്ക്ക് കിട്ടി. ജീവൻ നിന്നിക്കട്ടെ ജീവ. എന്നാലും കസിരുന്ന് പിടിവിടത്തില്ല. ഹഫ്സയ്ക്ക് കിട്ടി. മിൻസയ്ക്ക് കിട്ടി. ഓക്കെ. ജസ്നയ്ക്ക് കിട്ടി. പ്രാവണിന് കിട്ടി. ലോട്ടറി അടിച്ചത് താരക്കാണ്. അതാ താര ഇങ്ങനെ രണ്ട് കൈ കാണിക്കുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് വാ, എടുത്തോണ്ട് വാ. ഗ്രീഷ്മയ്ക്ക് കിട്ടിയോ? എല്ലാരും കാണിച്ചിട്ടുണ്ട്. കിട്ടിയോ? എല്ലാരും കിട്ടിയോ ഫാത്തിമ?
ഫാത്തിമ നടക്കുന്നത് മാത്രം കാണുന്നുണ്ട്. കിട്ടിയില്ലേ? ആ ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ഓക്കെ, പ്രാവൺ കാണിച്ചു, അമൃത കാണിച്ചു. ഫാത്തിമയ്ക്ക് കിട്ടി. താര നിങ്ങളോടല്ലേ പറഞ്ഞ ആദ്യമേ കൊണ്ടുവരാൻ? ഞാൻ ഇവിടെ ആദ്യം തൊട്ട് പറഞ്ഞു റിമോട്ട് ആ കൊണ്ടുവന്നു. ഓ ജീവന് കിട്ടി, അതുലിന് കിട്ടി. കിട്ടിയോ? ഓക്കെ, അലുദീൻ കിട്ടി. അമൃതയ്ക്ക് റിമോട്ട് കിട്ടിയില്ലേ? അർജുന് കിട്ടി, അമൃതയ്ക്ക് കിട്ടി. ഗ്രീഷ്മ ഓടി, കിട്ടിയില്ല എന്ന് തോന്നുന്നേരെ. ഓക്കെ, ഇത്ര ആ പ്രധാനം ഞങ്ങൾക്കാണോ കിട്ടി. തരുന്നേ? ഇൻസയ്ക്ക് കിട്ടി. ഓക്കെ, ജസ്നയ്ക്ക് കിട്ടി. പ്രണവിന് കിട്ടി. അതിന് കിട്ടി. കിട്ടിയോ ഗ്രീഷ്മ? ഗ്രീഷ്മയ്ക്ക് ഫൈനലി കിട്ടി. സമാധാനം. സാധനം ഉം. ചോദിച്ചപ്പോ തരാൻ മടി. ആ വലിച്ചെടുത്ത റിമോട്ട്. അതെ, അല്ലെങ്കിൽ റിമോട്ട് വൈകുന്നേരം ആകുമ്പോ അങ്ങനെയാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? മതിയോ? അതോ ക്ഷീണിച്ചു, മതിയായി അല്ലേ? ഓക്കെ, പ്രാവൺ ബാ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. മതി, നിരഞ്ജനൊക്കെ മതിയായി. വീഡിയോ ഓഫ് ചെയ്തോണ്ടിരുന്ന ടൈം മതി എന്ന് പറയുന്നത്. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. മിസ്സേ, എൻ്റെ പേര് പ്രവണസ്. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഞാനിപ്പം ഈ വർഷം ബികോം പാസ്സായി, കഴിഞ്ഞ വർഷം. ആ. ഇപ്പൊ ഞാൻ MBA ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇത്രേ ഉള്ളോ? ഇനിയും വേണോ? വേണ്ട, കുഴപ്പമില്ല. ലേറ്റ് ആയിട്ട് വന്നാലും പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ തന്നെ കണ്ടക്ട് ചെയ്തു, നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ട്, അതുകൊണ്ട് മാത്രം. അപ്പം ആർക്ക് പറയാം ഒരു ഫീഡ്ബാക്ക്? ഇത്രയും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഫാത്തിമ ശരിക്കൊന്നും വേണ്ട, പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഷൈ ആയിട്ടിരുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് അത്യാവശ്യമൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു സെഷൻ എന്നുള്ളത്. വീഡിയോ ഓൺ ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് പറയാം. വിളിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞു. കൊറേ കാലത്തിന് ശേഷം നമ്മളൊരു കോളേജ് സ്കൂൾ വൈബിലേക്ക് പോയി. ഒന്ന് ഹാപ്പി. സത്യം പറഞ്ഞ ഞാന് ഏർലി മോർണിംഗ് 5:30 ഡ്യൂട്ടിക്ക് പോയി, നേരെ വന്ന് വീഡിയോ ഓൺ ചെയ്തിരുന്ന ഈ സമയത്ത് ഉറങ്ങുന്ന. എന്റെ ഉറക്കെല്ലാം പോയി, ക്ഷീണമെല്ലാം മാറി, ഒന്ന് ആക്റ്റീവ് ആയി. ഞാൻ താങ്ക് യു. ഓക്കെ ജസ്ന, താങ്ക് യു സോ മച്ച്. ഞാനിപ്പോ കോളേജ് കഴിഞ്ഞിട്ട് 7 years ആയി. ഇതാ ഇപ്പൊ കൊറേ എല്ലാരും ഓൺലൈൻ ക്ലാസ് ആകുന്ന ഒരു വൈബല്ല, എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോ ഭയങ്കര സന്തോഷം. അതെ. പുതിയ കുറെ ഫ്രണ്ട്സിനെ കിട്ടി, നല്ല ഒരു second. എൻജോയ് ചെയ്തു. ആരാണ്? ഗ്രീഷ്മയാണോ? പറഞ്ഞു ഗ്രീഷ്മ. പുതിയ കുറെ ഫ്രണ്ട്സിനെ കിട്ടിയ പോലെ, like നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് അതുപോലെ നല്ലതായിരുന്നു, എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്തില്ലേ? വെർച്വലി ആണെന്നൊരു ഫീലിംഗ് ഉണ്ടായോ? ഇല്ല ഇല്ല ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മള് കേരളത്തിൽ പോലും അല്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, ജമാലുദ്ദീൻ സാറൊക്കെ എവിടാന്ന് ആലോചിച്ച് നോക്ക, ഇപ്പൊ മിസ്സിനെയൊക്കെ എവിടാന്നൊക്കെ ആലോചിച്ച് നോക്ക. നമ്മളെല്ലാവരും ഒറ്റ ഫ്രെയിമിലാണ്, എത്രയോ മൈൽ അകലെയാണ് നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും. ഒറ്റ ഫ്രെയിമിൽ നമുക്ക് വരാൻ പറ്റിയില്ലേ? ആക്റ്റീവായിട്ട് ഒരേ സമയത്ത് ഇത്രയും ഇന്ററാക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റിയില്ലേ? അപ്പൊ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കൊണ്ട് മാത്രമാണ് കേട്ടോ. അടുത്ത ആരാണ്? ആക്ച്വലി ഇന്ന് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ തോന്നി. എന്റെ ഒരു ക്ലാസ് റൂം അല്ലേ? റിയലി എങ്ങനെയുണ്ട് അന്നത്തെ ക്ലാസ് റൂമിൽ ഇന്നത്തെ ഈ പിള്ളേരും തമ്മിൽ എങ്ങനെയുണ്ട്? സാറിനെ പോലെ ആർക്കും വേറെ പറയാൻ പറ്റത്തില്ല, എന്നാലും ഇറ്റ്സ് ഓൾ ഫോർ ഗോഡ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ അന്ന് കാണിച്ച വികൃതികളൊക്കെ ഓർമ്മ വരുന്നു ഇങ്ങനെ. ഓക്കെ, പഠനത്തിന് ഒരു പ്രായവും കാര്യമൊന്നുമില്ല. ഇവിടെ വരുമ്പോ നമ്മളെല്ലാവരും സെയിം ഏജ്. നമ്മള് പിന്നെ ജനനം മുതൽ തുടങ്ങിയല്ല നമ്മുടെ പഠനം, ചുറ്റുപാടും എല്ലാം. There is no end till we are going to back. ഓക്കെ, അപ്പൊ സെഷൻ എൻജോയ് ചെയ്തു അല്ലേ? Yeah, sure. ഓക്കെ, താങ്ക് യു. പറ. എന്നോടാണോ? നല്ല സെഷനായി. സ്റ്റാർട്ടിങ്ങിലുള്ള ഷൈനസ് ഒക്കെ മാറി ആക്റ്റീവായി. എൻജോയബിൾ ആയിരുന്നു അല്ലേ? അതെ. ഓക്കെ, ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമല്ലോ. ഓക്കെ. ശരി.
അടുത്തത് ആരാണ്? സെഷനൊക്കെ നന്നായിരുന്നു. ഫസ്റ്റ് ഇൻട്രൊഡക്ഷന് പറഞ്ഞപ്പോ കുറച്ചൊരു ഷൈനസ് ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ പറയാന് ഫുള്ള് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോ ഇപ്പൊ ഞാൻ 2010 പാസ് ഔട്ട് ആണ്. അപ്പൊ ആ ടൈം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോഴാണ് നമ്മുടെ ഇപ്പൊ ഇങ്ങനെയുള്ളൊരു എന്താ പറയാ ഒരു കോളേജ് വൈബ് പോലെ അങ്ങനെ ഒരു എന്താ പറയാ പല ആൾക്കാരായിട്ട് ഇങ്ങനെ ഇന്ററാക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഒരു രസമായിരുന്നു ഇപ്പോഴത്തെ സെഷന്. പിന്നെ ഇത് തുടങ്ങിയപ്പോ ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു ജോയിൻ ചെയ്യാൻ. കാരണം ഇപ്പൊ ഞാൻ പുറത്ത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാട്ടിലല്ല, ഞാൻ പുറത്ത്. അപ്പൊ നമ്മള് പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആഗ്രഹമാണ് എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഗ്യാപ്പ് 2010 ഞാൻ ഇത്രയും നാൾക്ക് ശേഷം ഞാനൊന്ന് ജോയിൻ ചെയ്ത്. എന്റെ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് PG ചെയ്യണം എന്നുള്ളത്. പിന്നെ നമുക്ക് ഓരോ സാഹചര്യങ്ങൾ കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റീസും കൂടി ഒരു ടൈമാണല്ലോ. അപ്പോ അതുകൊണ്ടാണ് ഞാനപ്പോ പുറത്തായിരുന്നു, വണ്ടിയിൽ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് വേഗം വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് വീട്ടിലേക്ക് വന്ന് എന്നിട്ടാണ് അപ്പൊ ഈ ആക്ടിവിറ്റീസിൽ പ്രോപ്പറായിട്ട് എന്താ പറയാ പങ്കെടുക്കാലോ എന്ന് വെച്ചിട്ട് വേഗം വീട്ടിൽ വന്നിട്ടാണ് ഇപ്പൊ ഈ ലാസ്റ്റ് വന്ന ആക്ടിവിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും വളരെ സന്തോഷമായി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫിസ്ന. ഓക്കെ, അപ്പം നമ്മുടെ ടൈം അത്യാവശ്യം ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് മാത്രമാണ് സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഒരു കാര്യം കൂടെ നമുക്കുണ്ട്. നമുക്ക് എല്ലാ സെഷൻ കഴിയുമ്പോൾ ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. അപ്പൊ ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നമ്മൾ ഏറ്റവും സെക്ഷന്റെ അവസാനം ബെസ്റ്റ് പെർഫോമറെ ഒക്കെ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ആക്ഷൻ ടാസ്കും അതേപോലെ തന്നെ നമ്മുടെ ആക്റ്റീവായിട്ടുള്ള സെഷനിലുള്ള ഇൻവോൾവ്മെന്റും ആണ്. അപ്പൊ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്താ നമുക്ക് നോക്കാം. പെട്ടെന്നൊന്ന് ഞാൻ Okay, ഇതാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക്. ഒന്നുമില്ല, നിങ്ങൾ സ്വയം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, അതൊന്നെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ബുക്കിലോ എഴുതിയിട്ട് നിങ്ങളുടെ കൺസേൺഡ് മെന്റർക്ക് അയച്ചു കൊടുക്കുക. കഴിവത് ഇന്ന് തന്നെ അയക്കുക, അല്ലെങ്കിൽ നാളെ മോർണിംഗ് അല്ലെങ്കിൽ ഒരു എന്താണ് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ടെങ്കിലും നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ അതിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്: നിങ്ങളുടെ പേര്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, പ്ലേസ്, യുവർ സ്ട്രെങ്ത്, അതേപോലെ ഹോബീസ്, ജോബ് ഉണ്ടെങ്കിൽ എഴുതുക. അപ്പൊ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജോൺ എന്നാണ് പേര്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, കംപ്ലീറ്റഡ് +2 അല്ലെങ്കിൽ ഡിപ്ലോമ എക്സെട്ര കൊടുക്കുക. സ്ഥലം കോഴിക്കോടാണ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആള് കോൺഫിഡന്റ് ആണ്, ഡിറ്റർമിനന്റ് ആണ്. ഹോബീസ് പറയുന്നത് ഡാൻസിങ്, ഡ്രോയിങ്, പെയിന്റിങ്, വാട്ട് എവർ. നമുക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ എഴുതാം. ദെൻ ഇഫ് യു ഹാവ് ജോബ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോബ് മെൻഷൻ ചെയ്യാം. അതർവൈസ് യു ക്യാൻ റൈറ്റ് നിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഇന്നത്തെ സെഷന്റെ ആക്ഷൻ ടാസ്ക്. അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മെന്റർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ വളരെ സക്സസ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള സെഷൻസിലും ഇതേപോലെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇഗ്നു ബേസ്ഡും അതേപോലെ ലേൺ ബേസിന്റെ ആപ്പ് ഇപ്പൊ യൂസ് ചെയ്യാൻ പലർക്കും അറിയാത്തവരുണ്ട്. നമുക്കിപ്പോ പറഞ്ഞു തന്നാലും നമുക്ക് ക്ലിയർ ആയി എന്ന് വരില്ല. അപ്പൊ ലേൺ ബേസിന്റെ ആപ്പിന്റെ കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളും കൂടാതെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ്, അതുപോലെ EEP ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എന്ത് എന്നതിനെ ബേസ് ചെയ്തൊക്കെ സെഷൻസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ MBA നമുക്ക് എന്തെല്ലാം കരിയർ ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കാം, അതിനെ ബേസ് ചെയ്ത് ഒരു കരിയറിന് റോഡ് ടു സക്സസ് എന്നുള്ള സെഷൻ ഉണ്ട്. അങ്ങനെ കുറേ സെഷൻസ് ഇനി വരാൻ കിടക്കുകയാണ്. അതിലെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, വൺസ് യു അഗൈൻ താങ്ക് യു ഓൾ ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.